എന്തെങ്കിലും സഹായം വേണോ മനു? സ്നേഹേ, മനു ഇവിടെ ജോയിൻ ചെയ്തിട്ടിപ്പോ 1 മാസമായി അല്ലേ? അറിയില്ല. പക്ഷേ എനിക്കറിയാം, ഇന്ന് 1 മാസം തികയും. 1 മാസം കടന്നു പോയത് പോലും അറിഞ്ഞില്ല. നാട്ടിലായിരുന്നപ്പോ 1 ദിവസം കടന്നു പോകുന്നത് എത്ര വിഷമിച്ചിട്ടാന്നറിയോ? നാട്ടിലെന്തായിരുന്നു മനുവിന് ജോലി? നാട്ടില് അച്ഛനെ സഹായിച്ച് നടക്കലായിരുന്നു. അച്ഛനെന്തായിരുന്നു ജോലി? വെറുതെ നടക്കല. നാട്ടില് പണിയൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങോട്ട് ട്രെയിൻ കയറിയത് സ്നേഹ. വന്നിട്ട് ഇന്ന് മനുന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്ന കണ്ടത്. അല്ലെങ്കിൽ രാവിലെ മുതൽ ഓടുന്ന ഓട്ടോ അല്ലേ? അത് പിന്നെ മാഡം ടൂർ പോയതുകൊണ്ടാ. വൈകിട്ട് ആളെങ്ങെത്തും. ആ പിശാചിന്റെ കാര്യം പറയാതിരിക്കുന്ന നല്ലത്. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? എന്താണ് രണ്ടുപേരും കൂടി ഒരു കുശുകുശുപ്പ്? ഞങ്ങള് മാഡത്തിന്റെ കാര്യം പറയായിരുന്നു. എന്റെ സ്നേഹയെ കുറച്ചെങ്കിലും സ്നേഹമുണ്ട്. പിശാചിന്റെ കാര്യം ഓർപ്പിക്കല്ലേ. ബാക്കിയുള്ളവൻ ഒരു ദിവസമെങ്കിലും സമാധാനമായിട്ട് ഇവിടെ നടന്നോട്ടെ. അതെ, ഇന്ന് ശമ്പളം അക്കൗണ്ട് വരുന്ന ദിവസമാണ്. ചെലവുണ്ട്. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ശമ്പളം. പക്ഷേ ആദ്യത്തെ ശമ്പളത്തിന് മാത്രമേ ഈ സന്തോഷം കാണത്തുള്ളൂ. അതെന്താ? പിന്നീട് ശമ്പളം കിട്ടുമ്പോ ദുഃഖമായിരിക്കും. കുറച്ചും കൂടെ കൂട്ടി കിട്ടുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം. ഗുഡ് ഈവനിങ്. What? You still haven't finished this? പിന്നെ നീ ഇവിടെ എന്താ എടുക്കുവായിരുന്നു? Yesterday I worked till 10:30, madam. And today I came early in the morning and started the work തുടങ്ങി, madam. Yeah, that's exactly what I'm asking you. Why haven't you finished this? This work is very heavy and I need more time. Heavy. This work is heavy for you. ജോലി സമയത്ത് ജോലി എടുക്കണം. അല്ലാതെ അതിനിടയ്ക്ക് ലൂസ് ടോക്കിന് പോരുത്. ഞാൻ പറയുന്ന ജോലി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തില്ലെങ്കിൽ I'll make sure that you get fired. Do you understand that? Okay, now I want to see this job done and send it to me via email within 1 hour. That's the only time you get. Okay? Okay, madam. ഇമോഷൻ വരുമ്പോ ലൂസ് മോഷൻ വന്ന വരെ ആവട്ടെ അമ്മൂമ്മയുടെ ഇംഗ്ലീഷ്. എന്താ എന്തു പറഞ്ഞ? 10 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി 2 ദിവസം കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യാനാ? ചത്ത് കിടന്ന് പണിയെടുത്താലും ഒരു നല്ല വാക്ക് ആ ഡാഷ്മോട്ട് വായിന്ന് വരില്ല. നീ ഇങ്ങനെ ദോഷം കൊള്ളാതെ സമാധാനപ്പെടുക. എങ്ങനെ സമാധാനപ്പെടും? നേരെ ചൊവ്വന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസം എന്നറിയോ? കണ്ടവളന്മാരുടെ വായിലിരിക്കണ കേൾക്കേണ്ടി വരുന്ന എന്റെ ഒരു വിധി. എടാ മോനെ, ഇത് നിന്റെ മാത്രം വിധിയല്ല. മറ്റുള്ളവരെ ഇന്ന് പണം വാങ്ങി ജോലി ചെയ്യുന്ന എല്ലാവരുടെയും വിധിയാ. ആദ്യമായതുകൊണ്ട് നിനക്കൊരു വിഷമം. കുറച്ചു കഴിയുമ്പോ ഇതൊക്കെ അടങ്ങി ശീലമായിട്ട് പൊരുത്തപ്പെട്ടു പൊക്കോളും. ഇവിടെ ഏത് നേരത്തെ സമയം എനിക്കറിയാമല്ല. ഡേറ്റ് ഡിസംബർ 26. അതെന്താ? അല്ല, അന്നാണല്ലോ ഈ സുനാമിയൊക്കെ ഉണ്ടായത്. കുത്തിന് കൊന്നിട്ടല്ലോ. ഒന്ന് നിന്നേ. എടാ നീ എന്നെ കണ്ടുപിടിക്കേ. ഇങ്ങോട്ട് നോക്കിയേ. എന്നെ ആ പിശാച് വിളിക്കുമ്പോ ഈ റിയാക്ഷനിൽ അങ്ങോട്ട് ചെല്ലും. കിട്ടാനുള്ളത് മുഴുവൻ ലാവിഷായിട്ട് മേടിക്കും. തിരികെ പോരും. ഈ ചെവി കൂടെ കേട്ടത് ഈ ചെവി കൂടെ പുറത്തോട്ട് പോകും. അത്രേ ഉള്ളൂ. അല്ല, പ്രിയ മാഡം ബുലാ രഹി ഹൈ. ശുക്രിയ. എന്റെ നമ്പരായി. എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം.
ഹലോ, അമ്മ ഇത് ഞാനാ. എന്താ മോനെ ഈ സമയത്ത്? ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഓഫീസിൽ നിന്നാ. എന്താ നിന്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ലമ്മ, അമ്മയ്ക്ക് തോന്നണതാ. നീ എന്തിനാടാ അമ്മയോട് നുണ പറയുന്നത്? നിന്റെ ശബ്ദത്തിന് ചെറിയൊരു മാറ്റം വന്നാ ഈ അമ്മയ്ക്ക് മനസ്സിലാവും. എന്താ മോന്റെ വിഷമം? ഈ അമ്മയോട് പറയടാ. ഒന്നുമില്ലമ്മ, ഇന്ന് ഓഫീസില് കുറച്ച് തിരക്ക് കുറവായിരുന്നേ. അങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ചപ്പോ അമ്മയെ വിളിക്കണം തോന്നി, വിളിച്ചു. അത്രേ ഉള്ളൂ. പിന്നെ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നല്ലേ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അതൊന്നും സാരമില്ല മോനെ. എന്തു വന്നാലും നീ പിടിച്ചു നിൽക്കണം. എന്തു വന്നാലും ഞാൻ സഹിക്കും അമ്മേ. ഈ ജോലി എന്റെ കച്ചത്തുരുമ്പല്ലേ. ശരി അമ്മേ, എന്നാ പിന്നെ ഞാൻ രാത്രി കണ്ട് വിളിക്കാട്ടോ. ശരി മോനെ. എന്തായിപ്പോ? നീ ആരാന്നാണ് നിന്റെ വിചാരം? അവളുടെ സൂട്ടും ഇംഗ്ലീഷും നീ മലപ്പുറത്തൊന്നും ചോദിക്കണേ അലിയാരാണെന്ന്. നിന്റെ സൂട്ടെല്ലാം കൂടെ പൊറോട്ട വലിച്ചിരുന്ന വലിച്ചു കിട്ട് വലിച്ച ചിക്കൻ കറി ഒഴിച്ച് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കണി. നീ ആരാണ്? നീ ചാവൂറ്റിന്റെ നിന്റെ ഒന്നുകളെ ഞാൻ. എന്തു പറ്റി? അങ്ങനെ ആദ്യമായിട്ട് അവൾ എന്റെ തള്ളയ്ക്കും വിളിച്ച്. എന്നിട്ടൊന്നും പറഞ്ഞില്ലേ? അകത്ത് പറഞ്ഞൊന്നും ഇവിടെ കേട്ടില്ലേ? പറഞ്ഞത് മുഴുവൻ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് ബക്കറ്റും ചവിട്ടി പൊട്ടിച്ച് പുറത്ത് വേറെ മേടിച്ചോണ്ട് വരാം. ഈ മാസം ഇത് 4ാമത്തെ ബക്കറ്റാ. എന്തു പറ്റി സ്നേഹ? ഞാൻ കാരണം മോനെ വെറുതെ ചീത്ത കേട്ടു. അതൊന്നുമല്ല, ഞാൻ എന്റെ ജോലി തീർക്കാത്തോണ്ട് വഴക്ക് പറഞ്ഞല്ലേ. അല്ല, ഞാനിവിടെ വന്ന് മനോനോട് സംസാരിച്ചത് കൊണ്ടല്ലേ മാഡം മനോനെ വഴക്ക് പറഞ്ഞു. അല്ല, അതിനല്ല വഴക്ക് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാഡം വന്ന് വഴക്ക് പറയും. മാഡം പോയി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കരയല്ലേ, സ്നേഹ പൊക്കോളൂ. അവൾക്ക് എന്നോട് അസൂയ. ആർക്ക്? ആ പ്രിയക്കേ. ഞാൻ ഏതാണുങ്ങളായി സംസാരിച്ചാലും അവക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ കാരണം ഒരാളെ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കില്ല. സ്നേഹയുടെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. കരയരുത് സ്നേഹ. നിങ്ങൾ എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചേ? സ്നേഹ കരയുന്ന കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലായി, വൃത്തിയേട്ടവനെ. മനു, മനുവിന് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല. പൊയ്ക്കോളൂ. ഇവരെന്താ ഇങ്ങനെ? പ്രേമം. പേടിക്കണ്ട, കംപ്ലീറ്റ് അഭിനയ. നല്ല 1-ാം തരം കറവക്കാരിയാവള്. കറവക്കാരിയോ? ആ, പ്രേമം അഭിനയിച്ച് ആദ്യം നമുക്ക് കാപ്പി, ചായ, ഐസ്ക്രീം ഒക്കെ വാങ്ങിത്തരും. ഈ പശുവിന് പുല്ലും വൈക്കോലും ഒക്കെ ഇട്ട് കൊടുക്കല്ലേ, അതുപോലെ. അത് കഴിയുമ്പം അവള് കറവ് തുടങ്ങും. സ്വർണ്ണമോതിരം, ഡ്രസ്സ്, വീട്ടു സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ എന്റെ അമ്മോ കംപ്ലീറ്റ് അവള് കറന്നുകൊണ്ട് പോകും. അത്രയ്ക്ക് കുഴപ്പാ? എന്ന് പറയാൻ പറ്റില്ല. വലയിൽ വീഴുന്നൊരു വിചാരിക്കും ഇപ്പം നടക്കുമെന്ന്. പക്ഷെ ഒന്നും നടക്കില്ല. അണ്ണനിതെങ്ങനെ അറിയാ? അത് ശരി, ചെറുതപ്പെട്ടായിരുന്നല്ലേ. കയ്യിലുള്ള പൈസ തീർന്നപ്പോഴാണ് മനസ്സിലായതല്ലേ? എന്നിട്ടും മനസ്സിലായില്ല. ലോണുകൾ എടുത്ത് സാധനങ്ങൾ മേടിച്ചു കൊടുത്തു. ഒടുവിൽ ലോൺ കിട്ടാതായപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ ആ ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ പടാപ്പാട് പെട്ടോണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ സ്ത്രീയോട് ദേഷ്യമില്ലേ? ആദ്യം ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ സഹതാപ. 2 സഹോദരിമാരുണ്ട്. അവരെ കെട്ടിച്ചോടാനുള്ള പരാക്രമങ്ങളാ പാവം കാണിക്കുന്നത്. എല്ലാരും ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ നാടകങ്ങളാ കാണിക്കുന്നത്. നമ്മള് പുറമേന്ന് കാണുന്ന പോലെ അല്ല പലരും. ഒരാളൊഴിച്ച്. ആര്? പ്രിയ എസ് നായർ. അയ്യോ, എന്റെ ജോലി തീർന്നില്ല. ഇതാ നിന്റെ കുഴപ്പം. എടാ, ഇത്ര ആത്മാർത്ഥം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നാളെ ഞായറാഴ്ച അല്ലേ? നിനക്ക് പ്രാരാബ്ദവും കുടുംബമൊന്നും ഇല്ലല്ലോ. നാളെ വന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഉണ്ടാക്കിയാൽ മതി. ഇതുപോലെ പണിയെടുക്കാൻ വന്നിരിക്കുന്ന ഒരു ഭൂതം. നമ്മൾ ഇന്ന് പുറത്തു പോകുന്നു, അടിച്ചു പൊളിക്കുന്നു. ഇങ്ങോട്ട് നോക്കിയേ, ചെലവിന്റെ കാര്യമൊക്കെ മറന്നോ? അതെ, എന്റെ കയ്യിൽ അധികം പൈസ ഒന്നുമില്ല. ചെറുതായിട്ട് വലുതുമാണെങ്കിൽ ഞാൻ നോക്കാം. അതിന് നീ അല്ല ചെലവ് ചെയ്യുന്നത്, ഞാനാണ് ചെലവ് ചെയ്യുന്നത്. ആ, ഇത്ര നാളായിട്ട് നീ നിന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്നെ കുറിച്ച് എന്ത് പറയാൻ? നീ വിവാഹത്തെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലേ? പുറത്തുപോയി ജോലി ചെയ്തിട്ട് അവിടെയുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം.
എനിക്ക് ഈ വെസ്റ്റേൺ കൾച്ചറൊക്കെ വലിയ താല്പര്യം. അവരുടെ ലൈഫ് സ്റ്റൈൽ, മ്യൂസിക്, ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബർഗർ, ഹോട്ട് ഡോഗ്, ജ്യൂസ്, കോൺഫ്ലെക്സ്. നമ്മുടെ ഈ ഭക്ഷണ രീതി ഒന്നും ശരിയല്ല. പൂരിയും കിഴങ്ങും ചോറും. എന്റെ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്, എന്തത് സുഖിയൻ. എനിക്ക് കാണുന്നത് ദേഷ്യം. അപ്പൊ ഒരു കുട്ടിസായിപ്പ് ആവാനാണ് നിന്റെ പ്ലാൻ? എന്നല്ല, അവരുടെ ചില കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടാ. എനിക്കും ഇഷ്ടാ. ഒരു കാര്യം ഒഴിച്ചു, ഈ കടലാസ് കൊണ്ട് തൂക്കുന്നൊരു പരിപാടിയില്ലേ, എന്തൊരു വൃത്തികെട്ട ഏർപ്പാടത്. അതാണ് ഏറ്റവും വൃത്തിയുള്ള രീതി എന്നാണ് അവരെ അവകാശപ്പെടുന്നത്. ഫ്ലാറ്റ് ഒരു ദിവസം വെള്ളം തീർന്നപ്പോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. നമുക്കത് ശരിയാവില്ല. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? മെട്രോ ക്ലബ്. ഈ മുംബൈയിലെ ഒരു പോഷ് ക്ലബ്ബാ. ആർക്ക് ചെലവേണമെങ്കിലും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളൂ. ഇവിടെയൊക്കെ നല്ല പൈസയാവില്ലേ? നമ്മുടെ കമ്പനിയായിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ റേറ്റാ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ? ഇങ്ങോട്ടിരിക്കും. ഓഫീസിൽ നിന്ന് എല്ലാവരും ഇവിടെ വരും. നമ്മുടെ പിശാചും മാത്യസാറും ഒക്കെ എല്ലാ ശനിയാഴ്ചയും വരും. നമ്മളെ പോലുള്ള അപ്പാവികള് ശമ്പളം കിട്ടുന്ന ആഴ്ച മാത്രം ഒന്ന് വരും. എങ്ങനെയുണ്ട്? ബെസ്റ്റാ. ചില സിനിമയിലൊക്കെ കാണാന്നല്ലാതെ ഇതൊക്കെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാ. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വന്ന് 2 എണ്ണം അടിച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ടെൻഷൻസും പോകും. കയ്യിൽ കുറച്ച് കാശും പോവും. എന്നാലും വേണ്ടില്ല, ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ലൈഫ്. മാത്യു സാർ വരുന്നു. ഗുഡ് ഈവനിങ് സാർ. രണ്ടാളും വീശു തുടങ്ങിയോ? ഇല്ല, തുടങ്ങാൻ പോകുന്നു. കൺഗ്രാറ്റ്സ് മിസ്റ്റർ മനു, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പ്രിയയുടെ കയ്യിൽ 1 മാസം തികച്ചില്ലേ? അതൊരു ചെറിയ കാര്യമല്ല അല്ലടോ? ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് മാഡം? കുഴപ്പമില്ല സാർ. ആദ്യമായിട്ടുള്ള ഒരാൾ ഇങ്ങനെ പറയുന്നത്. മാഡം എത്തിയില്ലേ? ഇല്ല, ഇന്നലെ ടൂർ കഴിഞ്ഞ് വന്ന പിന്നെ ആൾ അത്ര നല്ല മൂഡിലല്ല. അതാ അമേരിക്കൻ കമ്പനിയുടെ ഓർഡർ നഷ്ടപ്പെട്ടതിന്റെ ആയിരിക്കും. ഏതാണ് സാർ? RVGയോ? യെസ്. അയ്യോ, അത് ഓക്കെ ആയിരുന്നാണല്ലോ. അത് പുള്ളിക്കാരിയുടെ അവകാശം അതല്ലായിരുന്നു. ആ ഓർഡർ മോറിഷ്യസ് കമ്പനിക്കാ കിട്ടിയത്. എനിഹൗ യു ക്യാരി ഓൺ. എൻജോയ് യോ സർ. താങ്ക്സ് സർ. താങ്ക് യു സർ. आपको क्या चाहिए सर? मुझे एक बिग ब्रांड. ओके. तेरे को क्या चाहिए? എനിക്ക് ഒരു ബിയർ. एक बियर. ओके. കഷ്ടായി പോയി. 20 കോടിയുടെ ഓർഡർ ആയിരുന്നു. ആ ഓർഡർ നഷ്ടപ്പെട്ടതിൽ നിനക്ക് ദുഃഖം, പക്ഷെ മാത്യു സാറിന് സന്തോഷമായി. അത് നീ ശ്രദ്ധിച്ചായിരുന്നോ? എടാ, അവര് തമ്മിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്. എന്ത് മത്സരം? മാഡം സെയിൽസ് വിങ്ങിന്റെ ഹെഡ്, മാത്യു സാർ ഓപ്പറേഷൻ വിങ്ങിന്റെ ഹെഡ്. ഇവരുടെ മുകളിൽ ഒരു CEO പോസ്റ്റ് ഉണ്ട്. ഒരു 3-4 മാസത്തിനുള്ളിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ ആ പോസ്റ്റ് കയറി. അതിനുവേണ്ടിയുള്ള മത്സരമാണ് ഇപ്പൊ നടക്കുന്നത്. അല്ല, ഇവരിൽ ആർക്കാണ് സാധ്യത? സർവീസ് സീനിയോറിറ്റി മാത്യു സാറിനാ. നമ്മുടെ സ്റ്റാഫിനൊക്കെ അദ്ദേഹം CEO ആവണമെന്നാണ് ആഗ്രഹവും. ഒരു മനുഷ്യപ്പറ്റുള്ള ആളാണ് ഈ മാത്യു സാർ. ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചത്? ആ പിശാചാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? CEO ആവാൻ കൂടുതൽ സാധ്യത ആ പിശാചിനാണ്. അല്ല, മാത്യു സാറിനല്ലേ സീനിയോറിറ്റി ശരിക്കും? നീ മുട്ടിച്ചേ. സോറി, ഞാൻ ഒറ്റ വലിയ. ഇവിടെ സീനിയോറിറ്റിക്ക് ഒരു പ്രസക്തിയില്ല. ആ പ്രിയ പിശാച്ച് ഓസ്ട്രേലിയൻ സിറ്റിസണാണ്. 3-4 വർഷത്തെ ജോബ് കോൺട്രാക്റ്റിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ അവള് വന്ന പിന്നെയാണ് കമ്പനിക്ക് നല്ല ബിസിനസ് കിട്ടി തുടങ്ങിയത്. നല്ല ബിസിനസ് ഉണ്ടെങ്കിലേ കമ്പനി വളരൂ. അപ്പൊ പിന്നെ കമ്പനിക്ക് ആരോടായിരിക്കും താല്പര്യം? മാഡത്തിനോട്. പാവം മാത്യു സാറ്. ഈ മാത്യു സാറ് ആള് മോശമൊന്നുമല്ല. സാറും ചില കളികളൊക്കെ കളിക്കുന്നുണ്ട്. ഇപ്പൊ കമ്പനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അമേരിക്കൻ ഓർഡർ മാത്യു സാറിന് ഒരു തുറുപ്പിച്ചിട്ടായിരിക്കും. നീ നോക്കൂ. क्या चाहिए सर? ओके सर. ഈ മാഡം കേരളത്തിലെവിടെയാ? തിരുവനന്തപുരം ഭാഗത്ത് എവിടെയാ? ഹൈസ്കൂൾ വരെ കേരളത്തിലെ പഠിച്ചത്. അത് കഴിഞ്ഞാണ് ഓസ്ട്രേലിയക്ക് പോയത്. ഓ, No, it's not crowded. എന്താ? എന്തൊരു ആയുസ്. You dancing today? It totally depends on my mood. ഗുഡ് ഈവനിങ് മാം. Hey, there's a nice couch there. Come, let's sit there. ആ ബിയർ വേണമെന്ന് സിപ്പ് ചെയ്തു. ആ ചമ്മലങ്ങ് മാറിക്കോട്ടെ. വല്ല കാര്യം ഉണ്ടായിരുന്നോടാ. അവന് നമ്മുടെ ബോസ് അല്ലേ? എന്ത് ബോസ്? ഇതിനൊന്നും ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. തന്നെയല്ല, ഇനി നീ എന്ത് ചെയ്താലും ഈ പിശാചിനെ പ്രീതിപ്പെടുത്താന്ന് വിചാരിക്കുകയും വേണ്ട. കൂടെയുള്ള പെണ്ണേതാ? ജ്യോതി എന്നോ മറ്റോ ആണ് പേര്. കൂടെ താമസിക്കുന്ന ഇവിടെ ഏതോ പരസ്യ കമ്പനി വർക്ക് ചെയ്യുന്നതാ. അവരും മലയാളിയാ? ഒരു മിനിറ്റ്. മലയാളിയാണോ? മലയാളിയാ. രണ്ടും പഴയ ഒരു ഫ്ലാറ്റ് എടുത്ത് രണ്ടും കൂടിയാ താമസം. അവിടെ പലരും വന്നു പോകുന്നുണ്ട്.
എടാ വലിയ വലിയ കമ്പനിയുടെ ഓർഡറുകളൊക്കെ എങ്ങനെ പിടിക്കുന്ന വിചാരം? ബിസിനസ് ടൂർ ആണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകും, 2 ദിവസം കഴിയുമ്പോ ഓർഡറുമായിട്ട് വരും. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? മാഡം അങ്ങനെയുള്ള ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ? എന്റെ മോനെ, നിന്റെ ഈ പാവത്ത സ്വഭാവം ഒന്ന് മാറ്റണം. ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. Good evening, guys. Welcome to the Metro Club. Let me introduce DJ Ubis and DJ Dia. Are you ready for the electro night? ഇന്ന് ഞാൻ തകർന്നു. വാ, നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. അത് വേണം. പ്രശ്നമോ? എന്ത് പ്രശ്നം? നീ ഡാൻസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നാളെ ഓഫീസിൽ ചെല്ലുമ്പോൾ നിനക്ക് കിട്ടാനുള്ള കിട്ടും. നീ വന്നേ. Guys, join the dance floor and make some noise. Sing this dance. നെഞ്ചു വിളിക്കും തോന്നുന്നുണ്ട്. അയ്യോ, ഞാനങ്ങോട്ട് മാറിക്കട്ടോ. പ്രിയ, എന്താ? call for you. Hold on a second, she's coming. Hello? Priya here? Can you do me a favor? I'm busy right now. Give me a call tomorrow morning during office time, okay? എന്തിനാ ജ്യോതി ഫോൺ ആൻസർ ചെയ്തത്? അരുണാന്ന് എനിക്ക് മനസ്സിലായില്ല. സാധാരണ വിളിക്കുന്ന നമ്പർ നല്ല വിളിച്ചത്. എങ്കിലും ഓവർസീസ് കോൾ കണ്ടപ്പോ മനസ്സിലായില്ലേ? ഞാൻ കരുതി നിന്റെ പപ്പയായിരിക്കുന്നു. പപ്പ ഇങ്ങനെ പല രാജ്യത്തൊന്നും വിളിക്കാറുള്ളതല്ലേ. You don't even let me live in peace. അരുൺ നിന്നെ വിടാതെ പിടികൂടിയിരിക്കാണല്ലോ. നിനക്കങ്ങ് സൈൻ ചെയ്ത് കൊടുത്തൂടെ? അങ്ങനെ ഇപ്പൊ എന്നെ വെച്ച് ആരും പണം ഉണ്ടാക്കണ്ട. പ്രിയ, ഇപ്പൊ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ സംഭവം മാറി. ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിരിയ, അതല്ലേ നല്ലത്? Not for me. I am the most affected person with this divorce. ചെയ്യരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. എന്റെ വാക്കിന് ആരും ഒരു വില കൽപ്പിച്ചില്ല. പ്രിയ, ജ്യോതി പ്ലീസ്, let's skip this topic for now. അതെ, ഫ്ലാറ്റ്മേറ്റ്സ് എന്ന് പറഞ്ഞാ ഫ്ലാറ്റിലെ ജോലികളൊക്കെ ഒന്നിച്ച് ചെയ്യണം എന്നാ. സോറി മാൻ, ആ ഓർഡർ ക്യാൻസൽ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. ആ മാത്യു എബ്രഹാം ഉണ്ടല്ലോ, he's definitely going to make use of this opportunity. ഇനി നീ എന്ത് ചെയ്യും? You know what? Actually, I had a backup plan. ഈ ഓർഡറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ബാലൻസ് ചെയ്യാൻ ഞാൻ മറ്റൊരു കമ്പനിയുമായി പാരലായി സംസാരിക്കണ്ടായിരുന്നു. നീ എപ്പോഴും ചോദിക്കാറില്ലേ ഞാൻ എന്തിനാ ഈ ലാപ്ടോപ്പിന് മുമ്പിൽ ഇങ്ങനെ ഫോർ എവർ കുത്തിയിരിക്കുന്നതെന്ന്? ഇറ്റ്സ് കോൾഡ് നെറ്റ്വർക്കിംഗ്. ഐ ഓൾവേസ് കീപ് മൈ റിലേഷൻഷിപ്സ് അലൈവ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോർപ്പറേറ്റ് കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് അസൂയ തോന്നിയിട്ടുണ്ട്. നിന്റെ ഒരു ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ്, എനിക്കൊന്നും ഇങ്ങനെ ജോലി ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ജീവിതമല്ല ഇത്. നിനക്കറിയാലോ എന്റെ പ്രോബ്ലംസ്. എനിവേ, എനിക്കിപ്പോ അതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. ഹലോ പ്രിയ, യാ വെർ ആർ യു? ഓ, ഓഫീസിലോ? ഒരു കോപ്പി എന്റെ പേഴ്സണൽ ഇമെയിൽ ഐഡിയിലോട്ടും വായിച്ചോളൂ. ഓക്കെ, യാ താങ്ക്സ്, ബൈ. ആരായിരുന്നു? എന്റെ പുതിയ അസിസ്റ്റന്റാ. ദിസ് ഇസ് ക്രൂവൽ പ്രിയ. ഞായറാഴ്ചയും ജോലി ഏൽപ്പിക്കാന്ന് പറഞ്ഞ? അരെ, സൺഡേ ഒന്നും ജോലി എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞ ടൈമിന് ജോലി തീരാത്തോണ്ട് സ്വന്തമായി ചെയ്യുന്നതാ. നിന്റെ അടുത്ത് ഒരു മാസം തികച്ചു നിൽക്കണമെങ്കിൽ ആള് മോശമാവാൻ വഴിയില്ല. ഒരു പാവം നാട്ടുമ്പുറത്തുകാരൻ, ബട്ട് ഹീസ് ഗുഡ്, ഹാർഡ് വർക്കിംഗ്. നീ കൊള്ളാന്ന് പറഞ്ഞെങ്കിൽ ആളൊരു പുലിയായിരിക്കണല്ലോ. ആളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. എന്നിട്ട് എന്തിനാ നിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വന്ന് കിടക്കുന്നേ? എനിക്കറിയില്ല. 6-7 വർഷം മുമ്പ് ഹീസ് ഫിനിഷ്ഡ് ഹിസ് എഞ്ചിനീയറിംഗ്. പക്ഷെ ഇപ്പഴാ ജോലിക്ക് കയറുന്നത്. കഷ്ടം. ഐ തിങ്ക് ഹീസ് ഗോട്ട് സം ഫാമിലി പ്രോബ്ലംസ്. വലിയ സാമ്പത്തികമുള്ള കുടുംബത്തിലൊന്നല്ലെന്നാ തോന്നുന്നത്. പാവം, അതിനോടല്പം മയത്തിന് പെരുമാറണം കേട്ടോ. സോറി. ആരോടൊക്കെ ഞാൻ സിമ്പതി കാണിച്ചിട്ടുണ്ടോ അവരൊക്കെ എന്റെ തലയിൽ കയറി ഇരുന്നിട്ടുണ്ട്, എസ്പെഷ്യലി മല്ലൂസ്. Yes, madam. 1 minute. I'm coming. Excuse me, madam. Yeah, we have a good news and a bad news. ഇന്നലെ നമ്മൾ അയച്ച ടെൻഡർ അപ്രൂവ് ചെയ്ത് ആ ഓർഡർ നമുക്ക് കിട്ടി. Congratulations, madam. And the bad news? You're fired. Eh? Madam? You're a great actor. But don't try to play with me. Madam പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല. Look, don't try to act too smart with me, okay?
നീ വലിയ ബുദ്ധിമാനായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാന്ന് കരുതരുത്. താൻ എന്താ കരുതിയത്? ജീവിതകാലം മുഴുവൻ എന്നെ പറ്റിക്കാമെന്നോ? ഞാൻ എന്ത് പറ്റിച്ചു എന്നാ മാഡം പറയുന്നത്? Look, I don't need to waste my valuable time talking to you. Go find a job elsewhere. നോ മാഡം, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയണം. It's my right. How dare you talk to me like that? You're trying to teach me about your right? You have absolutely no right in this office. Listen, I'm your boss, and you're only my assistant, madam, and I can madam. fire you from this office at കഴിഞ്ഞ any 1.5 time. മാസമായിട്ട് Do you know how many നിങ്ങളുടെ people have got fired from this ആത്മാർത്ഥ office? ജോലി And they're all നോക്കിയിട്ടില്ല scared of me. എന്നോട് ഒരു ദിവസം I don't അങ്ങനെ have to give you പൊക്കോളാൻ explanations for that. അതെവിടെ I തന്നെ hate ആയാൽ people who backstab me, എന്നെ and I ജോലിയിൽ won't പിരിച്ചു forgive വിടുന്ന anyone എന്താ who puts me കാര്യം in such a എനിക്ക് situation. Do you അല്ലാതെ understand? ഞാൻ I'm പോവില്ല. going to email to ഞാൻ each and ഒരു every തെറ്റ് company in this ചെയ്തിട്ടില്ല country എന്നുള്ള saying ഉറച്ച that this വിശ്വാസിക്കുന്നത് fool of an എന്നെ employee നിങ്ങൾ who അങ്ങനെ quit ഫൂളൊന്നും and വിളിക്കാതിരിക്കണ്ട. nobody needs you. എനിക്ക് എന്താണെന്ന് What do you അറിയാനുള്ള think റൈറ്റ് about ഉണ്ട്. yourself? ഇങ്ങനെ ചൂടാവേണ്ട What കാര്യമൊന്നുമില്ല. is stupid? അണ്ണനൊന്നും മാറിക്കില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ get ബഹളം out. വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ അണ്ണനെ പറയട്ടെ. നിങ്ങൾ എന്തെങ്കിലും വേർക്കാൻ വെക്കുന്നു വേണ്ട. അങ്ങനെ മാറിക്കുന്നത് എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം. 8 years of experience in this company to become the boss, and you're trying to become my boss? Freaking you loser! Shut up! ഞാൻ മാത്രമല്ല നിങ്ങൾ Idiot! എടാ മനു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇവിടുത്തെ മര്യാദയാണത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് പറയാതെ പോലും എന്നെ ഇവിടെ പിരിച്ചുവിടാ. ഇവിടെ ആരും നമ്മുടെ വിചാരം. എടാ നീ ഞാൻ പറയുന്നത് സമാധാനമായിട്ടൊന്ന് കേക്ക്. ഇങ്ങനെ പോയ കാര്യങ്ങൾ കൂടുതൽ വഷളാവത്തുള്ളൂ കേട്ടോ. നീ ഇപ്പം നിന്റെ മുറിയിലോട്ട് പോ. കാര്യങ്ങൾ എന്താണ് സംഭവിച്ചെന്ന് ന്യൂട്രി ഞാനൊന്ന് മനസ്സിലാക്കിയിട്ട് വൈകിട്ട് ഞാനങ്ങ് വരാം. എടാ നീ ചെല്ലി, ഞാനില്ലേ ഇവിടെ. നീ അവരൊന്നും ചെയ്യരുത് പറയരുത്, നമ്മുടെ കയ്യിൽ നിന്ന് പോവും. എന്റെ ബാഗ് എടുക്കണ്ടേ? മനു, നിന്നെ ഞാൻ എവിടെയൊക്കെ തെരഞ്ഞ് നിന്നോട് റൂമിൽ ഇരിക്കാനല്ല ഞാൻ പറഞ്ഞത്. അവിടെ ഇരുന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിന്നെ പിരിച്ചുവിട്ടതിന്റെ കാരണം ഞാൻ കണ്ടുപിടിച്ച്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ കമ്പനിക്ക് അയച്ചു കൊടുത്ത കൊട്ടേഷൻ നീ മുംബൈ കമ്പനിക്ക് ചോർത്തി കൊടുത്തെന്ന്. ഞാനോ? ഞാനങ്ങനെ ചെയ്തിട്ടില്ല. മാഡം പറയുന്നത് നീ മുംബൈ കമ്പനിയുടെ ചാരനാണെന്നാ. സത്യത്തിൽ നീ ഒരു ചാരനാണോടാ? അണ്ണാന്ന് വിളിച്ച നാവോണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത് കേട്ടോ. സത്യമായിട്ട് ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ അതെങ്ങനെ സംഭവിച്ചു? ആരണ്ണനോട് ഈ വിവരം പറഞ്ഞേ? സ്നേഹ. സ്നേഹ പറഞ്ഞത് വിശ്വസിക്കാമോ? രഹസ്യങ്ങൾ ചൂണ്ടാൻ അവളെ പോലെ കഴിവുള്ള ഒരു പെണ്ണ് നമ്മുടെ ഓഫീസിൽ വേറെ ഇല്ല. റഷ്യൻ ചാരസുന്ദരികളാക്കാൻ പിടിക്കുക അവള്. അങ്ങനെയാണെങ്കിൽ കൊട്ടേഷൻ ചോർന്നിട്ടും ആ ഓർഡർ നമുക്ക് എങ്ങനെ കിട്ടി? അത് മാഡത്തിന് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നുണ്ട് മാഡം സ്വന്തമായിട്ട് വേറൊരു കൊട്ടേഷൻ അയച്ചു. ഈ സ്നേഹയോടൊരു സഹായം ആവശ്യപ്പെട്ട അവർ ചെയ്തു തരും. ചെയ്തു തരും, പക്ഷെ അവളതിന് പകരം എന്ത് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. മനുവിന്റെ സംശയം ശരിയാ. കഴിഞ്ഞ സൺഡേ വൈകിട്ട് മനുവിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് 2 മെയിൽ പോയിട്ടുണ്ട്. ഒരെണ്ണം US കമ്പനിയുടെ ഇമെയിൽ ഐഡിയിലേക്ക്, അതിന്റെ ഒരു കോപ്പി മാഡത്തിന്റെ പേഴ്സണൽ മെയിൽ ഐഡിയിലേക്ക്, രണ്ടാമത്തേതൊരു സുഖ്ബീർ സിംഗിന്റെ ഇമെയിൽ ഐഡിയിലേക്ക്. ആദ്യത്തെ ഞാൻ അയച്ചതാ, പക്ഷെ രണ്ടാമത്തത് മറ്റാരോ അയച്ചിരിക്കുന്നതാ. ഇത് രണ്ടും അയച്ചിരിക്കുന്ന സമയമാണ് എനിക്കറിയേണ്ടത്. സമയമൊക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് വി ഷുഡ് ടോക്ക്. ഞാൻ മനുവിനെ സഹായിക്കുന്നത് കൊണ്ട് എനിക്കെന്ത് ഗുണം? മനു എന്നും നന്ദിയുള്ളവനായിരിക്കും. അയ്യോ, അത് താൻ വെച്ചോ. സ്നേഹ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു 25,000 രൂപ. 2 സമയം പറയാൻ 25,000 രൂപയോ? വെറുതെ വേണ്ട, കടമായിട്ട് മതി. ഉടനെ തിരിച്ചറിയാൻ സാധിക്കില്ല, കുറച്ച് സമയമെടുക്കും. ഇങ്ങനൊക്കെ തന്നെയാ എന്നോടും പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരും. എപ്പോഴും ചാകാൻ കിടക്കുമ്പോഴും. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ല. ജോലി തിരിച്ചു കിട്ടിയാ എങ്ങനെയും ഞാൻ തരാം. സമ്മതിച്ചു, എനിക്ക് തന്നെ വിശ്വാസം. ആദ്യത്തെ ഇമെയിൽ 7:10-നും രണ്ടാമത്തെ ഇമെയിൽ 7:30-ക്കുമാണ് പോയിരിക്കുന്നത്. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞ ആരും എന്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചു. ആ ദിവസം നീ മാത്രമല്ലേ ഓഫീസിലുണ്ടായിരുന്നുള്ളൂ, പിന്നെങ്ങനെ? സ്നേഹം എനിക്ക് ഒരു ഉപകാരം കൂടി ചെയ്യണം. പക്ഷെ അതിന് പൈസ ഇല്ല. നമ്മൾ ഓഫീസിൽ കയറുന്ന ഇറങ്ങുന്നതും നമ്മുടെ ഐഡന്റി കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടല്ലേ. അതുകൊണ്ട് നമ്മുടെ ഇലക്ട്രോണിക് അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് എടുത്തു തരണം, പ്രത്യേകിച്ചും കഴിഞ്ഞ സൺഡേ. മനുവിന്റെ ഊഹം ശരിയായിരുന്നു.
ഇതെന്തെങ്കിലും പ്രശ്നമായാലും നീ പടച്ചോനെ വിചാരിച്ച് ഈ സ്നേഹയുടെ പേര് പറയല്ലേ. പേടിക്കണ്ട, എന്ത് വന്നാലും ഞാൻ നിങ്ങളെ കാട്ടിക്കൊടുക്കില്ല. നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. സ്നേഹ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ പൊക്കോ. മനു, നീ ഇനി എന്താ ചെയ്യാൻ പോന്നെ? ആ പിശാശിന്റെ മുഖത്തേക്ക് പേപ്പർ വലിച്ചെറിഞ്ഞിട്ട് 2 എണ്ണം ഞാൻ പറയും. സ്വയം ബുദ്ധിരാക്ഷസി ചമഞ്ഞിരിക്കുന്ന അവൾക്ക് തെറ്റുപറ്റിയെന്ന് അറിയുമ്പോഴുള്ള അവളുടെ ആ മുഖം അതെനിക്കൊന്ന് കാണണം. അതുകൊണ്ട് എന്താ ഗുണം? നിനക്ക് നിന്റെ ജോലി തിരിച്ചു കിട്ടുമോ? പിന്നല്ലാതെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞില്ലേ? എടാ, നിന്നെ കഴിഞ്ഞ് സർവീസ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയാ, ഈ ബോസ് എന്ന് പറയുന്ന വർഗത്തിന്റെ ഈഗോ ഒരിക്കലും അവരുടെ തെറ്റംഗീകരിച്ച് തരില്ല. അതുകൊണ്ട് നിനക്ക് തിരിച്ച് ജോലി കയറണമെങ്കിൽ മാഡത്തിന് തെറ്റുപറ്റി എന്നുള്ള രീതിയിലല്ല കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. പിന്നെ Please, Sir, why did you want to see me? sit down. I'm sorry. വിസ നീട്ടിക്കിട്ടാനുള്ള പ്രിയയുടെ റിക്വസ്റ്റ് ഗവൺമെന്റ് റിജക്ട് ചെയ്തിരിക്കുന്നു. But sir, this is ridiculous. I have every right to get my visa extended. യു ആർ റൈറ്റ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനാവും? ദീസ് ആർ റൂൾസ്. ഈ ടെററിസം കാരണം ഗവൺമെന്റ് ഇമിഗ്രേഷൻ റൂൾസ് സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ്. ഐ ടോക്ക് ടു ദ കൺസേൺ പേഴ്സൺ. ഇനി 45 ദിവസം കൂടിയേ പ്രിയക്ക് ഇന്ത്യയിൽ നിൽക്കാനാവും. അയാൾ പറയുന്നത് പ്രിയ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോയിട്ട് റീഅപ്ലൈ ചെയ്യണമെന്നാണ്. But sir, ഞാൻ തിരിച്ചു പോയി റീഅപ്ലൈ ചെയ്താൽ എന്ത് സമയം എടുക്കും? അതവര് കൃത്യമായിട്ട് പറയുന്നില്ല. 3 months, 6 months, maybe 1 year. പ്രിയ, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. വി ലൈക്ക് ടു ഹാവ് യു ഹിയർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കുമെങ്കിൽ ഞങ്ങളത് ചെയ്തേനെ. ബട്ട് റൂൾസ് നമുക്കതനുസരിച്ചല്ലേ പറ്റൂ. എക്സ്ക്യൂസ് മീ സർ. നോ, നോട്ട് നൗ. വി ആർ ഇൻ എ മീറ്റിംഗ്. ബട്ട് ഇറ്റ്സ് അർജന്റ് സർ. മാഡം, നെസ്ലയുടെ HR സുനിത റാവത്ത് ലൈനിലുണ്ട്. Not now. ബട്ട് ഷീ സേസ് ഇറ്റ്സ് വെരി അർജന്റ്. One second, sir. നിനക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇവിടെ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, മനസ്സിലായോ? ആരത് ഇത്ര അടുത്തെന്ന് പറഞ്ഞ കോങ്ങണ്ണായി പോവും. ആ മാഡാണോ? എന്താ പറഞ്ഞേ? എടോ, ഞാനിവിടെ എന്ത് പറയാൻ പോകുന്നു അത് നീ സപ്പോർട്ട് ചെയ്യണം, ഓക്കെ? എന്തിന്? എന്തിനാ ഏതിനൊന്നും ചോദിക്കണ്ട, കൂടെ അങ്ങ് നിന്നാ മതി. ഇല്ലെങ്കിൽ നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. ആണോ? ഐ എം സോറി സർ, ഞങ്ങൾ എല്ലാവരിൽ നിന്നും ഒരു കാര്യം മറച്ചു വെച്ചു. ഇനി പറയാല്ലേ? ഇറ്റ്സ് ടൈം ടു ഡിസ്ക്ലോസ്. ടെൽ മീ, എന്താ കാര്യം? വി ആർ ഇൻ ലവ്. ഞങ്ങൾ ഉടനെ തന്നെ വിവാഹിതരാവുക. പക്ഷേ ഇയാൾക്കൊരു സന്തോഷമില്ലല്ലോ. അത് കല്യാണം കഴിഞ്ഞാലല്ലേ സന്തോഷം വരുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് വല്ലവരും കയറി പാര വെച്ച് പൊളിച്ച് കേരള കോൺഗ്രസ് പൊളിച്ചു. ബട്ട് ഹീസ് യുവർ അസിസ്റ്റന്റ്. സർ, ഹീസ് എഡ്യൂക്കേറ്റഡ്, ഗുഡ് ലുക്കിംഗ് ആൻഡ് വെരി ഹാർഡ് വർക്കിംഗ്. ബട്ട് ഇയാൾ ഇവിടെ വന്നിട്ട് വെറും 3 മാസമല്ലേ ആയുള്ളൂ? നോ 3.5 മാസം. 3.5 മാസം, 300 months ago. In such a short time? Sir, everything happened so fast. അല്ലേ? അതെ അതെ, എല്ലാം പെട്ടെന്നായിരുന്നേ. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. You know, he's my assistant. ഈ 24 മണിക്കൂറുള്ള ഇന്ററാക്ഷൻ. 24 മണിക്കൂറോ? I mean, almost. Some late night works. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്യുന്നത്. You know, ആ circumstances, ആ സാഹചര്യങ്ങൾ, you know. മനുഷ്യല്ലേ സാർ, അപ്പൊ അതിന്റെ ഒരു വല്ലാത്തൊരു അടുത്തുപോയി. അപ്പോൾ നിങ്ങൾ വിവാഹിതരാകും? അതെ സർ. Okay. Then I think your immigration problem is solved. Really? That's great news, sir. Wonderful. അപ്പൊ ഇനി താമസിപ്പിക്കണ്ട. Make it legal. Sure, sir. Sure. Lucky fellow. Thanks. All the best. Thank you, sir. Thank you. What? എന്താണിതല്ല മാഡം? എനിക്കൊന്നും മനസ്സിലാവണില്ല. It's simple. We're getting married. Married? I'm sorry. I can marry you.
തനിക്ക് ഈ ജോലി വേണോ? വേണം. എങ്കിൽ എന്നെ വിവാഹം കഴിച്ചേ പറ്റൂ. മാഡം 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 ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. എന്നെ കൊണ്ട് എന്തിനാ നാടൻ കളിപ്പിക്കുന്നേ? മനു, യു സിറ്റ് ഡൗൺ. മാഡം മൂട്ടിൽ തീയിട്ട് എന്നിട്ട് ഇരിക്കാൻ പറയരുത്. അതിനു പറ്റിയൊരു മാനസികസ്ഥലല്ല ഞാൻ. ഓക്കെ, ഇതൊരു നാടകം തന്നെയാണ്. പക്ഷെ എനിക്ക് ഈ നാടകം കളിച്ചേ പറ്റൂ. കാരണം ഇതെന്റെ പ്രൊമോഷനെ എഫക്ട് ചെയ്യുന്ന മാറ്റർ ആണ്. മാഡം ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും അറിഞ്ഞ? ആരറിയാൻ? നമ്മൾ രണ്ടുപേരും പോയി ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്യുന്നു. 1-2 മാസത്തിന് ശേഷം ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നു. ദാറ്റ്സ് ദി എൻഡ് ഓഫ് ഇറ്റ്. ആരും അറിയാൻ പോകുന്നില്ല. ബട്ട് മാഡം ഐ ആം എ വെർജിൻ. Oh God, you're so shameless. Get out, you idiot. കൊടുകൈ, കൺഗ്രാചുലേഷൻസ്. കാലക്കേടാ. ചെലവുണ്ട് മോനെ. എല്ലാരും അറിഞ്ഞു അല്ലേ? അറിഞ്ഞോന്നോ? നിങ്ങളുടെ ഹണിമൂൺ എവിടെ വെച്ച് വേണോന്ന് വരെ ഓഫീസിലുള്ളവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ ഡൈവോഴ്സ് ചെയ്യാന്നല്ലേ ആ പിശാച് പറഞ്ഞിരിക്കുന്നത്. നീ മിടുക്കനാണെങ്കിൽ അതിനുള്ളിൽ ഒരു ഹണിമൂൺ ട്രിപ്പ് നടത്താൻ നോക്കടാ. ചുമ്മാ ഇരുന്നേ. ചൂടാവാതനിയാ. നീ വാ, ഒരു കാര്യം പറയാനുണ്ട്. വാടൂ. നമ്മുടെ മാത്യു സാറിനെ നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു വിട്ട തന്നെ. അയാളുടെ അടുത്തേക്ക് ഞാൻ വരില്ല. എന്റെ ജോലി കളയാൻ നോക്കിയ ആളല്ലേ. എടാ, ശത്രുവിന്റെ ശത്രു മിത്രം എന്നല്ലേ പറയുന്നത്. മാത്രമല്ല ഈ മാത്യു സാറുമായിട്ടുള്ള ബന്ധമാണ് നിന്റെ ഭാവിക്ക് നല്ലത്. നീ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. നിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിനക്ക് ജോലി കിട്ടേണ്ടത് ഓപ്പറേഷൻസിലാണ്. അതായത് മാത്യു സാറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ. നിനക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ, നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ നീ മാത്യു സാറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെങ്കിലും കയറി പറ്റണം. എടാ, നിനക്കറിയാവോ, നമ്മുടെ കമ്പനിയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവരെല്ലാം ഈ മാത്യു സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരാ. അപ്പോ എങ്ങനെയെങ്കിലും മാത്യു സാറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ കയറി പറ്റണം. അതിന് നീ 2 കടമ്പകൾ കിടക്കണം. 1, മാത്യു സാറിന്റെ ഗുഡ് ബുക്കിൽ കയറി പറ്റണം. 2, നീ ഒരു ബി ലെവൽ ജീവനക്കാരനാവും. ബി ലെവൽ ജീവനക്കാരനാ? അത് ശരി. നീ ഇപ്പൊ സി ലെവൽ ജീവനക്കാരനാ. അതായത് നമ്മൾ ഈ ട്രെയിനി എന്നൊക്കെ പറയാറില്ലേ, ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. ഈ ലെവലിലുള്ളവർക്ക് ഒരു ആനുകൂല്യങ്ങളും ഉണ്ടാവില്ല. അവരെ എപ്പോ വേണമെങ്കിലും വിത്തൌട്ട് നോട്ടീസ് പിരിച്ചുവിടാം. അതുപോലെ തന്നെ അവർക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറാനും പറ്റില്ല. പക്ഷെ നീ ഒരു ബി ലെവൽ ജീവനക്കാരനായാൽ നിനക്ക് ശമ്പള വർധനവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടും. പിന്നെ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറുകയും ചെയ്യാം. അതിന് ഞാനെന്താ ചെയ്യേണ്ടത്? നീയൊന്നും ചെയ്യണ്ട. ചെയ്യേണ്ടത് മേഡമാ. മേഡം നിന്നെ റെക്കമെൻഡ് ചെയ്യണം. ഇതിപ്പോ ചെറുത്താനും കടലിനും നടുക്കുവട്ട പോലെ ആയല്ലോ. അത് ശരിയാ. പക്ഷെ ഈ ചെകുത്താനും കടലിനും നടുക്കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നീങ്ങിയ നിനക്ക് അക്കരെ കിടക്കാം. അവിടാണ് മോനെ നിന്റെ മിടുക്ക്. How about a drink for you guys? Oh, No, yes. sir. നോ സർ, താങ്ക് യു. കയ്യിൽ വന്ന് കയറിയ സ്കോച്ച് തട്ടിക്കളഞ്ഞ ദുഷ്ട, നിന്നോട് ദൈവം പോലും പൊറുക്കുകയല്ലടാ. അപ്പോ ജോലി നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാണ് മനു ഈ നാടകത്തിന് സമ്മതിച്ചത്. അതെ സാർ. സാർ എന്നെ സഹായിക്കാന്ന് ഉറപ്പ് തന്ന ഞാൻ ഈ നാടകത്തിൽ നിന്ന് പിന്മാറാം. എന്ത് സഹായം? അത് ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ മാഡം എന്നെ പുറത്താക്കും. അപ്പൊ സാർ എന്നെ സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കണം. അത് ബുദ്ധിമുട്ടാ. ഒന്നാമതായി ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തുപോയ ആളെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കുന്നത് ഡയറക്ടർ ബോർഡ് എന്റർടൈൻ ചെയ്യില്ല. പിന്നെ മനു ഇപ്പൊ പിന്മാറിയാൽ ആ സ്ഥാനത്ത് പ്രിയ മറ്റൊരാളെ കണ്ടെത്തും. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. സഹായിക്കാമെന്ന രീതിയിൽ മുന്നോട്ട് പോവുക. പക്ഷേ കല്യാണം നടക്കരുത്. എന്തെങ്കിലും രീതിയിൽ അത് തള്ളിക്കൊണ്ടു പോവുക. അത് നടക്കില്ല സാർ. മാഡം കാര്യങ്ങൾ അതിവേഗം നീക്കുക. നാളെ തന്നെ എന്നെയും കൂട്ടി FRRO ഓഫീസിൽ പോവാൻ പോവാ. FRRO ഓഫീസോ? എന്താ? FRRO, ഫോറിൻ രജിസ്ട്രേഷൻ റീജിയണൽ ഓഫീസ്. സോ ഷീസ് ആക്ടിംഗ് ഫാസ്റ്റ്. സാറേ, ആ പിശാശ് എപ്പോ എങ്ങനെ എന്ത് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു തടയിട്ടില്ലെങ്കിൽ നമ്മുടെയൊക്കെ കട്ടയം പടം മുടക്കും. മനുവിനെ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ എടുക്കാം. 1 വർഷത്തിന് ശേഷം കമ്പനി ഡെപ്യൂട്ടേഷനിൽ ഐ ക്യാൻ സെൻഡ് യു ടു യൂറോപ്പ്. കേട്ടില്ലേ, എന്നെ യൂറോപ്പിലേക്ക് വിടാന്ന്. കേട്ട് എന്നിട്ട് എന്താ ഒരു സന്തോഷമില്ലാത്ത? നിന്നെ ഏതെങ്കിലും യൂറോപ്പിലോട്ട് ഉണ്ടാക്കുന്നതിന് ഞാൻ. പക്ഷെ അതിന് മനു 2 കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം. സാർ, 1, ഈ കല്യാണ രജിസ്ട്രേഷൻ മാക്സിമം ഡിലേ ചെയ്യിക്കണം. 2, കുറച്ചു നാളത്തേക്ക് പ്രിയയെ ഓഫീസിൽ നിന്നും മാറ്റി നിർത്തണം.
എന്താ ഇപ്പൊ വലിയ സന്തോഷം? ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല. ഐ നോ ദിസ് ഇസ് നോട്ട് എൻ ഈസി ടാസ്ക് ഫോർ യു. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കുറച്ച് സാവകാശം വേണം. അതിന് മനു എനിക്കിത് ചെയ്തു തന്നേ മതിയാവും. നിങ്ങൾ നാളെ മീറ്റ് ചെയ്യാൻ പോകുന്ന ഓഫീസറുടെ പേരറിയാമോ? ഒരു മലയാളിയാ, ടോം ജോർജ്, അങ്ങനെ എന്താ പേര്? जी हमें टॉम जॉर्ज से मिलना है, एक अपॉइंटमेंट है. साहब अभी आएंगे, आप बैठो. ओके थैंक्स. ധന്യവാദ്, ശുക്രിയ. It's 9:40. Punctuality la the Indians. ഇന്ത്യയിൽ പൊതുവെ 10 മണിയാണ് ഓഫീസ് ടൈം. അല്ല, ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫീസിലെ ടൈമാണ് ഞാൻ ഉദ്ദേശിച്ചത്. Listen, അകത്ത് കയറുമ്പോ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചോളാം. വെറുതെ വായ തുറന്ന് മണ്ടത്തരം പറയണ്ട. Useless. ഫ്രോഗ്. Bloody cultureless moron. Yeah, we're just coming for the film festival, but it'd be great if we could get your help to get our visa extended. Let me see what I can do. Yeah, Okay. Thanks for everything. Thank you very much. Nice meeting you. Bye. Okay, bye. You came to see me? Sir, Mr. Tom George? Yeah. We have an appointment. Oh, please come. Okay. Tell me, what can I do for you? Sir, I'm Priya S. Nair and he's Manu Verma. ഹലോ. മലയാളികളാണല്ലേ? Ade, sir. We are both working in Quadra Infotech. പ്രിയ എസ് നായർ, കോട്ര ഇൻഫോടെക്, ഈ രണ്ട് പേരുകളും വളരെ ഫെമിലിയർ ആണല്ലോ. Sir, I'm an Australian citizen. ഞാൻ എന്റെ വിസ എക്സ്റ്റൻഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. But you rejected it. Not by me, by the government. But why, sir? ഈയിടെ മുംബൈയിൽ നടന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റിക്ക് ശേഷം ഗവൺമെന്റ് ചില നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിസ എക്സ്റ്റൻഷനും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് കരുതി ഇതൊരു പെർമനന്റ് റെസ്ട്രിക്ഷൻ ഒന്നുമല്ല. പക്ഷേ ഈ സമയത്ത് വിസ എക്സ്പയർ ആകുന്നവർ മദർ കൺട്രിയിലേക്ക് പോയിട്ട് തിരിച്ച് റീഅപ്ലൈ ചെയ്യണം. ഈ നിയമത്തിന് അയവ് വരുമ്പോ യു ക്യാൻ കം ബാക്ക്. ഇതിൽ എനിക്കൊന്നും ചെയ്യാനാവില്ല. ഐ എം സോറി. But sir, my situation is different. Actually, we are getting married. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ I think I'm eligible for a visa extension, right? One second. So, CMO marrying an assistant. ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാനായി നിങ്ങളും നിങ്ങളുടെ അസിസ്റ്റന്റും ഫേക്ക് മാരേജ് പ്ലാൻ ചെയ്യുന്നു. ഞാൻ CMO മനു എന്റെ അസിസ്റ്റന്റും ആണെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞങ്ങളുടെ കല്യാണം ഫേക്ക് ആണെന്നുള്ളത് that's a lie, sir. എനിക്കിത് അയച്ചിരിക്കുന്നത് ഫ്രം യുവർ ഓൺ കമ്പനി, വൺ മിസ്റ്റർ മാത്യു അബ്രഹാം. Sir, this is a clear case of professional jealousy. അയാൾ ആഗ്രഹിക്കുന്ന CEO പോസ്റ്റ് അടുത്ത് തന്നെ എനിക്കാണ് ലഭിക്കാൻ പോകുന്നത്. I hope you can understand the situation. ഓക്കെ, ഈ ലെറ്ററിന്റെ കാര്യം തൽക്കാലം ഞാൻ കണക്കിലെടുക്കുന്നില്ല. എങ്കിൽ പോലും നിങ്ങളുടേത് ഒരു ജെനുവിൻ മാരേജ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. But why, sir? മിസ്റ്റർ മനുവിന്റെ ഇരിപ്പ് തന്നെ കണ്ടില്ലേ? അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്താ മനു ഒന്നും സംസാരിക്കാത്തത്? അല്ല മാഡം, സാർ എന്നോടൊന്നും സംസാരിച്ചില്ല. മാഡത്തിനോട് മുഴുവൻ സംസാരിച്ചത് അതുകൊണ്ടാ. അപ്പോ മിസ്റ്റർ മനു സ്വന്തം കാമുകിയെ മാഡം എന്നാണ് വിളിക്കുന്നത്? അല്ല സാർ, അത് പിന്നെ ഞങ്ങളുടേതായ സ്വകാര്യ നിമിഷങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ സമയങ്ങളിലും ഞാൻ മാഡം എന്നാ വിളിക്കാം. കാരണം ഞങ്ങളുടെ ഈ ബന്ധം വളരെ രഹസ്യമായിട്ട് പോകുന്നൊരു സെറ്റപ്പ്. പിന്നെ ഞങ്ങളുടെ സ്വകാര്യ നിമിഷത്തിൽ ഞാൻ പ്രിയെ ചക്ര പുത്ത് കരള് എന്നാണോ പ്രിയ? മനു ഇങ്ങനെ ശീലിച്ചു പോയി. സ്നേഹം വരുമ്പോൾ ഞാൻ അതിൽ പിശുക്കാണെങ്കില. പക്ഷേ ഇത്രയും തീവ്ര പ്രണയത്തിലുള്ള നിങ്ങളുടെ പ്രവൃത്തികളും സംസാരവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അല്ല, ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോ രണ്ട് അപരിചിതരെ പോലെ അകന്നു മാറിയായിരുന്നു നിങ്ങളുടെ ഇരിപ്പ്. അതുകൊണ്ട് പറഞ്ഞതാ. എന്താണിത് സാർ, ഒരുമാതിരി കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന പോലെ. ഞാനും പ്രിയയും തമ്മിൽ സ്നേഹത്തിലാണ്. ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥവും സത്യസന്ധവുമാണ്. സാർ ഇങ്ങനെ സംശയിച്ച് ഞങ്ങളുടെ പ്രണയത്തെ കളങ്കപ്പെടുത്തരുത്, അല്ലേ പ്രിയ? നിങ്ങളുടെ കാര്യത്തിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ അന്വേഷണം ഉണ്ടാവും. ആ അന്വേഷണത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിയമം ലംഘിച്ചു എന്ന് കണ്ടെത്തിയാൽ മിസ് പ്രിയെ
ഇന്ത്യ ഗവൺമെന്റ് സ്വന്തം രാജ്യത്തേക്ക് മടക്കി അയക്കും. പക്ഷേ മനു ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ട് ചീറ്റിംഗിനും ഫ്രോഡിനും ശിക്ഷിക്കപ്പെടും. യു വിൽ ഗോ ടു ജയിൽ. Sir, you're threatening my fiancé? നോ നോ നോ, ഐ ആം നോട്ട് ത്രട്ടണിംഗ്. ഐ ആം ടെല്ലിംഗ് ദ ഫാക്ട്സ്. ഇതിന്റെ സീരിയസ്നെസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ 2 വീടുകളിലും ഞങ്ങളുടെ അന്വേഷണം ഉണ്ടാവും. അവരുടെ അറിവോടെയാണോ ഇത് നടക്കുന്നതെന്നറിയാം. എക്സ്ക്യൂസ് മീ സാർ, സാറിന് സത്യത്തിൽ എന്താണ് അറിയേണ്ടത്? ദി ട്രൂത്ത്. ഐ തിങ്ക് യു ആർ റെഡി ഫോർ ഇറ്റ് നൗ. യെസ് സാർ. ഞങ്ങളുടെ ഈ പ്രണയവും വിവാഹവും ഒക്കെ സത്യമാണ് സാർ. ഞങ്ങള് വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണിത്. വിവാഹശേഷം എന്റെ ഭാര്യയുടെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല. അതൊരിക്കലും ഞങ്ങളുടെ ഭാവിക്ക് ഗുണം ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വ്യക്തമായൊരു പ്ലാനിംഗ് ഉണ്ട്. കോട്ര ഇൻഫോടെക്കിലെ ഒരു സി ലെവൽ എംപ്ലോയി ആയി എന്നെ ഒരു ബി ലെവൽ എംപ്ലോയി ആയിട്ട് പ്രിയനെ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞു. അല്ലേ പ്രിയ? ഒരു ബി ലെവൽ എംപ്ലോയി ആയി കഴിഞ്ഞാൽ എനിക്ക് പ്രിയയുടെ അസിസ്റ്റന്റ് ജോലി വിട്ട് മറ്റൊരു ഉയർന്ന ജോലിയിലേക്ക് കയറാൻ സാധിക്കും. അതോടെ ഞങ്ങൾ തമ്മിലുള്ള ജോലിയുടെ അന്തരം കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ വീട്ടുകാരുടെ സമ്മതം. പ്രിയയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്റെ വീട്ടുകാർ അല്പം യാഥാസ്ഥിതരായതുകൊണ്ട് അതുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അത് അവരുടെ സമ്മതത്തോടെ നടത്താനാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലേ പ്രിയ? അതിനുവേണ്ടി ഏറ്റവും അടുത്ത ദിവസം ഞങ്ങൾ എന്റെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക. അല്ലേ പ്രിയ? ഓ, ഈസ് ഇറ്റ്? ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്റെ ഫോർമാലിറ്റീസ് എന്താണെന്ന് അറിയാം. അതാണ് ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശം. ദിസ് ഈസ് ക്വൈറ്റ് എ കൺവിൻസിംഗ് സ്റ്റോറി. ബട്ട് സ്റ്റിൽ ഐ ആം നോട്ട് കൺവിൻസ്ഡ്. സാറ് വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ സാറിന്റെ ഇഷ്ടം. ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ്. നിങ്ങളുടെ ജെനുവിൻ മാരേജ് ആണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി. ജസ്റ്റ് ഗോ അഹെഡ്. ഓൾ ദി ബെസ്റ്റ്. ഒന്ന് നിന്നെ. അതെ, അവിടെ ഇരുന്നോണ്ട് എന്തൊക്കെയോ പറയുന്ന കേട്ടല്ലോ. ബി ലെവൽ എംപ്ലോയിയായി ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്യാൻ പോയെന്ന്. ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ഒരു അവസരം കിട്ടിയപ്പോ മുതലെടുക്കാൻ നോക്കുവോ അല്ലേ? പൂച്ചയെ പോലെ പതുങ്ങിയിരുന്നിട്ട് നിന്റെ മാറ്റം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, ഞാൻ അവിടെ പൂച്ചയെ പോലെ പതുങ്ങിയിരുന്നെങ്കിൽ മാഡത്തിന്റെ പദ്ധതി മുഴുവൻ പൊളിഞ്ഞേനെ. വൃത്തികെട്ടതും ദയനീയവുമായ മാഡത്തിന്റെ പെർഫോമൻസിൽ എല്ലാം തകരുമെന്ന് മനസ്സിലായപ്പോ ഞാൻ കയറി ഇടപെട്ടു. അതുകൊണ്ടെന്താ, എന്റെ ഗംഭീരവും തന്മയത്വത്തോടുകൂടിയുള്ള അവതരണത്തിൽ ഞാൻ സംഭവങ്ങളെല്ലാം തിരിച്ചു പിടിച്ചു. അതിന് നന്ദി പറയേണ്ടതിന് പകരം എന്നെ ഇങ്ങോട്ട് അധിക്ഷേപിക്കുക. അവിടെ നിൽക്കേ. ഓക്കെ, നിന്റെ പെർഫോമൻസ് ഗംഭീരായിരുന്നു, സമ്മതിച്ചു. പക്ഷേ നീ എന്തിനാ എന്റെ കൈ കയറി പിടിച്ച്? അത് നീ അവസരം നോക്കി മുതലാക്കിയതല്ലേ? ഓ പിന്നെ, അവസരം കിട്ടുമ്പോഴൊക്കെ പെണ്ണുങ്ങളുടെ കയ്യിനല്ലേ കയറി പിടിക്കണം. അയാള് പറഞ്ഞ് കേട്ടില്ലേ, പുറത്തിരുന്നപ്പോ അപരിചിതരെ പോലെ തോന്നിയെന്ന്. മാഡത്തിന്റെ അതുപോലുള്ള പ്രവൃത്തിയിൽ വിശ്വാസം നഷ്ടപ്പെട്ട അയാളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ അല്ല, ഇടയ്ക്ക് ഞാൻ കൈമാറ്റാൻ ശ്രമം നടത്തിയപ്പോ മാഡം എന്താ സമ്മതിക്കാതിരുന്നത്? മാഡം തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, അതും സമ്മതിച്ചു. പക്ഷേ ഈ ബി ലെവൽ റെക്കമെൻഡേഷൻ എന്തിനാണെന്ന് മനസ്സിലായില്ല. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഒരു പാലൊട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. അതായത് മാഡത്തിന് ഞാൻ സഹായിക്കുമ്പോ മാഡം എന്നെ തിരിച്ചു സഹായിക്കണം. ആ, നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാതിരിക്കുന്നതാണ് ഞാൻ നിന്നോട് ചെയ്യുന്ന സഹായം. മനസ്സിലായോ? അതല്ലേ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്ത്? നാളെ ഈ നാടകം പൊളിഞ്ഞാൽ മാഡം പൊടിയും തട്ടി മാഡത്തിന്റെ രാജ്യത്തേക്ക് പോകും. പിന്നെ ഞാൻ ഇവിടെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. സോ വാട്ട്? സോവാട്ടാ, റിസ്ക് കുറച്ച് കൂടുമ്പോഴേ എന്റെ ഡിമാൻഡും കൂടും. ഓ, അങ്ങനെയാണോ? ആ, അങ്ങനെയാണ്. ഓക്കെ, then I don't want your help. എങ്ങനെ? എനിക്ക് നിന്റെ സഹായം വേണ്ടാന്ന്. ഉറപ്പാണോ? ആ, ഉറപ്പാ. ഓക്കെ, വേണ്ട. പിന്നെ ആ ക്വാർട്ടർ ഇൻഫോടെക്കിലെ ജോലി അങ്ങ് മറന്നേക്ക്. ഞാനത് എപ്പോഴേ വിട്ട്. എന്നാ പിന്നെ ഞാൻ ഇന്ത്യയിലെ എല്ലാ IT കമ്പനീസിലേക്കും ഇമെയിൽ അയക്കും, നിന്റെ പ്രൊഫൈലും വെച്ച്. That you're inefficient, you're dishonest and you're absolutely hopeless. ഹലോ, ഞാനേ നല്ല കർഷക കുടുംബത്തിൽ ജനിച്ച ഒന്നാം തരം കർഷകനാണ്. എന്റെ കയ്യിലെ തഴമ്പ് കണ്ട എവിടെ? ഇപ്പൊ തഴമ്പിലായിരിക്കും, പക്ഷെ നാട്ടിൽ പോയി കൃഷി ചെയ്താൽ നല്ല തഴമ്പ് വരും. എനിക്കത് തന്നെയാ നല്ലത്. മാഡത്തിന്റെ മനസ്സിലിപ്പ് എന്താന്ന് മനസ്സിലായി.
ഈ നാടകത്തില് എനിക്ക് പകരം വേറെ ആളെ കൊണ്ടുവരാന്നേ അങ്ങനെ വല്ല ചിന്തയുണ്ടാവും. പക്ഷെ ഇനി അതൊന്നും സാധിക്കാൻ പോകില്ല. കാരണം ഇനി മറ്റൊരാളെ കൊണ്ട് ആ ഓഫീസറുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാലേ എല്ലാം കുഴപ്പമാവും. സോ യു വിൽ കം ടു മീ. ഞാൻ ആ പാടത്തുണ്ടാവും. ഈ പാവത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക പ്ലീസ്. Hey, what happened? Nothing, yeah. നീ മനുവിനെ വിളിച്ചല്ലേ? മനുവിനെ വിളിക്കേണ്ടി വന്നതാണോ നിന്റെ പ്രശ്നം? മനുവിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോകുന്നുള്ളൊരു ഫീലിംഗ്. That's what's disturbing me so much. After all, he's my assistant. നീ എന്നോട് വഴക്കടിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. സത്യത്തിൽ അയാൾ ചോദിച്ചാൽ എന്താ തെറ്റ്? ഒരു ബി ലെവൽ എംപ്ലോയി ആകാനുള്ള കഴിവ് മനുവിനില്ലേ? To be frank, yes. പക്ഷെ എനിക്ക് പ്രൊമോഷൻ ലഭിച്ചാൽ ഞാനായിട്ട് കൊടുക്കാനിരിക്കായിരുന്നു. പിന്നെന്താ പ്രശ്നം? ജ്യോതി, ഞാനായിട്ട് കൊടുക്കുന്നതും എന്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് പിടിച്ചു വാങ്ങുന്നതും തമ്മിൽ there's a lot of difference. മനസ്സിലായി. നീയായിട്ട് കൊടുക്കുമ്പോ കിട്ടേണ്ട നന്ദിയുടെയും ബഹുമാനത്തിന്റെയും സ്ഥാനത്ത് അവന്റെ മിടുക്കൊണ്ട് നേടിയെടുത്തിന്റെ അഹങ്കാരം കാണേണ്ടി വരുമ്പോഴുള്ള ബുദ്ധിമുട്ട്. Yeah, something like that. നീ ഈ സില്ലി കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുന്നു. പക്ഷെ എന്റെ ടെൻഷൻ മുഴുവൻ നീ അവന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോകുന്നില്ല. Don't worry, ജ്യോതി. ഞാൻ എന്നും തനിച്ചല്ലായിരുന്നോ? ഞാൻ ഇതുവരെ ഫേസ് ചെയ്ത എല്ലാ പ്രോബ്ലംസും കമ്പയർ ചെയ്യുമ്പം this is actually nothing. നാളെ എപ്പോഴാണ് വരുന്നേ? നാളെ രാവിലെ വരാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് നടക്കേണ്ടത് അവളുടെ ആവശ്യം. അതുകൊണ്ട് കാണുമ്പോൾ തന്നെ ചാടി എഴുന്നിട്ട് ബഹുമാനിക്കാനൊന്നും നിൽക്കണ്ട. നമ്മൾ ആണുങ്ങളാണ്, നമ്മുടെ ഒരു പിടുത്തം വേണം. ഗുഡ് മോർണിംഗ്. Okay. I've accepted your demand. മനുവിനെ ഒരു ബി ലെവൽ എംപ്ലോയി ആക്കാനുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ ഞാൻ നാളെ തന്നെ അയക്കും. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് ശരിക്കും ക്ലാരിറ്റി വേണം. എന്നിട്ട് മുന്നോട്ട് നീങ്ങിയാൽ മതി. ഓക്കെ? അതാണ് അതിന്റെ ശരി. പിന്നീട് രണ്ടുപേർക്കും മാറ്റി പറയാൻ സാധിക്കില്ലല്ലോ. സാക്ഷികളായിട്ട് ഞാനും ജ്യോതി ചേച്ചി. ചേച്ചിയോ? അല്ല, അനിയത്തി, മാഡം. ഇനി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തടസ്സമൊന്നുമില്ലല്ലോ? സോറി, ഈ ബി ലെവൽ എംപ്ലോയി ആയിട്ടുള്ള ഓർഡർ കൈ കിട്ടിയിട്ട് എനിക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ അതിനൊരു മാസം സമയമെടുക്കും. ആയിക്കോട്ടെ, മാഡത്തിന് 45 ദിവസം സമയമുണ്ടല്ലോ. മാത്രമല്ല, എനിക്ക് വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണം. അതിന് മനു തന്നെ പോയാ പോരെ? പ്രിയ എന്തിനു വരണം? നിങ്ങൾക്ക് എന്റെ വീട്ടുകാരെ അറിയാൻ പാടില്ലാത്തോണ്ടാ. അച്ഛനും അമ്മയും മുത്തശ്ശി അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം ഞങ്ങളുടേത്. അവരൊക്കെ പഴയ ആൾക്കാരാ. അവർക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് കല്യാണമൊന്നും ദഹിക്കില്ല. അതിനിപ്പോ ഞാനും കൂടെ വന്നാ അവർക്ക് ദഹിക്കുവോ? അതിന് അഡ്ജസ്റ്റ്മെന്റ് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയായിട്ടല്ല ഞാൻ മാഡത്തിനോട് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്റെ ഭാര്യയായിട്ട്. കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞാ ചിലപ്പോ അവര് വീട്ടിൽ പോലും കേട്ടില്ല. മറിച്ച് കെട്ടിയെന്ന് പറഞ്ഞാ അവർക്ക് ഒരു ഓപ്ഷൻ ഇല്ല. അത് കറക്റ്റ്. ബാക്കിയെല്ലാം മാഡത്തിന്റെ കയ്യിലാ. എന്റെ അമ്മയും മുത്തശ്ശിയും പാവങ്ങളാ. അല്പം സ്നേഹത്തോടെ പെരുമാറിയ അവരെ കയ്യിലെടുക്കാം. അവര് പറഞ്ഞ അച്ഛൻ എതിർക്കില്ല. പിന്നെന്ത് എൻക്വയറി വന്നാലും നമ്മൾ സേഫാണ്. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അവർക്കൊക്കെ പ്രിയ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ പിന്നെ അവര് ഡിവോഴ്സിന് സമ്മതിക്കോ? എന്റെയും മാഡത്തിന്റെയും കാര്യം കഴിഞ്ഞാ പിറ്റേ ദിവസം ഡൈവോഴ്സ്. കുറച്ചുനാൾ അവരറിയാണ്ട് കൊണ്ടുപോവാം. പിന്നെ ഞാൻ അവരെ മയറ്റി പറഞ്ഞ ശരിയാക്കിക്കോളാം. ആ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. മകന്റെ ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതച്ഛനമ്മമാരും ഡൈവോഴ്സിന് സമ്മതിക്കും. അല്ലേ മാഡം? എപ്പോഴാ പോണ്ടേ? എത്രയും വേഗം പറ്റുകയാണെങ്കിൽ നാളെ തന്നെ. ശരി, എന്നാ പിന്നെ നമ്മുടെ ട്രാവൽ ഏജന്റിനെ വിളിച്ച് കൊച്ചിയിലേക്ക് 2 ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തോളൂ. നമ്മള് ഫ്ലൈറ്റിനല്ല പോകുന്നത്, നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്. ഹലോ, ഞാൻ എങ്ങനെ പോകുന്നതെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. നോ, ഇനി അങ്ങോട്ട് കുറച്ചു ദിവസത്തേക്ക് ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്താ മനു ഇത്? യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വഴക്ക് തുടങ്ങിയ ഇതൊന്നും ശരിയാവില്ല. ഈ സ്വഭാവമായിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നെങ്കിൽ എങ്ങനെ എന്റെ അമ്മയ്ക്ക് മാഡത്തിന് ഇഷ്ടാവുക? ഈ നിമിഷം മുതൽ മാഡം എന്റെ ബോസല്ല, എന്റെ ഭാര്യയാണ്. അപ്പൊ ആ രീതിക്കുള്ള അനുസരണ ബഹുമാനം എന്നോട് കാണിക്കണം. ആദ്യമായിട്ടാണ് എന്റെ വീട്ടുകാർ മാഡത്തിനെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് മാഡം ഒരു സാരി ഉടുത്തിട്ടായിരിക്കണം അവരുടെ മുമ്പിൽ ചെല്ലേണ്ടത്. സാരി? എന്റെ കയ്യിൽ സാരി ഒന്നുമില്ല. ഞാൻ ഇന്നേ വരെ സാരി ഉടുത്തിട്ടുമില്ല. അതിനെന്താ, ഇന്നൊരെണ്ണം വാങ്ങണം. പിന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇനി മുന്നോട്ട് പോവാൻ. നമുക്ക് ചുറ്റും നുണകളുടെ ഒരു വലിയ വേലി തീർത്തുകൊണ്ടാണ് നമ്മുടെ യാത്ര. ആ വേലി വയ്യാവേലി ആവാതിരുന്നാ മതി. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യമാണ്. നീ എന്തുദ്ദേശിച്ചിട്ട് ഈ പിശാചിനെ കൊണ്ട് വീട്ടിലോട്ട് കയറി ചെല്ലാൻ പോകുന്നത്? നിന്റെ കല്യാണക്കാരൻ നാട്ടിലറിഞ്ഞാ പിന്നെ നിന്റെ ഭാവി എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അതിനാര് നിൽക്കുക നാട്ടില്? എനിക്ക് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിൽ സെറ്റിൽ ചെയ്യാനേ ഇഷ്ടം.
പിന്നെ മാത്യു സാറ് പറഞ്ഞത് അണ്ണനും കേട്ടല്ലേ, മാഡത്തിനെ കുറച്ചു ദിവസം എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തണമെന്ന്. ഇങ്ങനെ ഒരു നമ്പർ ഇട്ടില്ലെങ്കിൽ ആ പിശാച് എന്റെ കൂടെ വരുമോ? മാത്രല്ല മാഡത്തിനെ ഭാര്യയാക്കി നാട്ടിൽ കൊണ്ടിട്ട് എനിക്കൊരു കാര്യമുണ്ട്. മനസ്സിലായി അതൊന്നുമല്ല, പിന്നെ നാട്ടിൽ എനിക്കിട്ട് സ്ഥിരം പണി തരുന്ന ഒരാളുണ്ട്. അങ്ങേർക്കിട്ടൊരു പണി കൊടുക്കാനാ. കൂട്ടത്തിൽ എന്നെ ഇതുവരെ കഷ്ടപ്പെടുത്തിയ അവളോട് പ്രതികാരവും. ഈ ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ കേട്ടാ ഇത് വല്ലതും നടക്കൂ? അണ്ണൻ കരുതുന്ന പോലെ ഞാനത്ര പാവമൊന്നുമല്ല. നാട്ടിൽ ചെന്ന ഇവളെന്റെ തനി സ്വഭാവം അറിയും. ഞാനേ കൂതറയാ, വെറും കൂതറ ആണല്ലേ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാന്ന്. അല്ല, 5:30 അവരെ ഇതുവരെ കാണുന്നില്ലല്ലോ. ഇനി ആ പിശാചിന്റെ മനസ്സെങ്ങാനും മാറി കാണുമോ? കരുനാക്ക് കുറച്ചൊന്നും പറഞ്ഞേക്കല്ലേട്ടോ. അതെ, അവളോട് പ്രതികാരം ചെയ്യുമ്പോ എന്റെയും കൂടെ ചേർത്തം കൊടുത്തേക്കണം. അവസരം കിട്ടിയ ഒന്ന് പീഡിപ്പിച്ചു വിട്ടേരും. ആ ചെറ്റത്തരം ഞാനും ചെയ്യില്ല. എനിക്ക് അമ്മയും പെങ്ങളൊക്കെ ഉള്ളതാ. പിന്നെ ഈ പീഡന കേസിലെ പ്രതികളൊന്നും അമ്മയും പെങ്ങന്മാരില്ലാത്തവരല്ലേ? വന്ന് ടാക്സിയിൽ. ഇത് ശരിയാവില്ല. സാരി ഉടുത്ത് വരണമെന്ന് പറഞ്ഞിട്ട് ജീൻസും ഒരുമാതിരി ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇത്. അതെ, നിന്റെ വീട്ടുകാരെ എന്താ വിളിച്ചേ? നീന്ന ഒരു ഭാര്യ ഭർത്താവിന് ഇങ്ങനെയാണോ വിളിക്കുന്നേ? അതെ, ഞാൻ ഈ ഡ്രസ് ഇട്ടിരിക്കുന്നത് കാണാൻ മനുവേട്ടന്റെ വീട്ടുകാരെ ട്രെയിനകത്തൊന്നും ഉണ്ടാവില്ലല്ലോ. എന്താ വിളിച്ചേ? മനുവേട്ടൻ. എടാ, നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. ഈ വിളിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മനുവേട്ടാ? ഇതൊരംഗപ്പുറപ്പാടായിട്ടാ എനിക്ക് തോന്നുന്നത്. മാഡം, ആർക്കാ ലഗേജ്? ഇവളവിടെ പെട്ടിയെടുക്കാനുള്ള പരിപാടിയാ? എന്താണത്? എന്റെ പെട്ടികളാണ് ഏട്ടാ. ഇത്തരം പെട്ടികളൊന്നും കൊണ്ടാൻ പറ്റില്ല. ഇതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ? അതിൽ മനു ഇടപെടുന്നത് ശരിയല്ല. ഇല്ല, ഞാൻ ഇടപെടുന്നില്ല. അവിടെ ചെന്ന് കഴിയുമ്പോ ഇതൊക്കെ കൂടി എന്നോട് ചുമക്കാൻ പറഞ്ഞേക്കരുത്. ഇല്ല, എന്റെ പെട്ടികൾ എടുക്കാൻ എനിക്കറിയാം. എനിക്ക് ആരുടെയോ ഹെൽപ്പ് വേണ്ട. ഓ ആണോ? എന്നാ വരൂ, വരിക. ഒരു ഹോളിഡേ ട്രിപ്പിന് പോവാന്ന് കരുതിയാ മതി. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ആ കൂട്ടുകാരി പെണ്ണൊന്ന് പറഞ്ഞുവിടും. അവിടെ എന്ത് കണകുണ സംസാരിച്ച് ആ ശവത്തിന്റെ മനസ്സങ്ങനെ മാറണ്ടല്ലോ. എല്ലാ പണിയും പാടും. അതെ, ട്രെയിൻ നല്ല വിളിച്ച് നീ പോയി കയറ്, വേഗം കയറ്. Cigarette smoking and alcohol consumption is injurious to health. അയ്യോ, ബോട്ടിനകത്തുനിന്ന് ഒരു കരച്ചിലേട്ടല്ലോ. അത് ഞാൻ ഒരാളുടെ കാലിൽ ചവിട്ടിയതാ. അതെ, ഇങ്ങനെ താറാവ് നടക്കണ പോലെ നടന്നിട്ട് കാര്യമില്ല. 2 കിലോമീറ്ററോളം നടക്കാനുള്ളതാ. 2 കിലോമീറ്ററോ? ഇയാളല്ലേ പറഞ്ഞ ബോട്ട് ഇറങ്ങി 2 വളവ് കഴിഞ്ഞ അവിടെ എത്തുന്നു? അതെ, ഓരോ കിലോമീറ്റർ കഴിയുമ്പോ ഓരോ വളവുണ്ട്. 2 കിലോമീറ്റർ പെട്ടിയെല്ലാം ചുവന്നോണ്ട് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. അതല്ല ഞാൻ ബോംബെന്ന് പറഞ്ഞത്. ഇതൊന്നും കെട്ടിയെഴുന്നള്ളിച്ച് ഇങ്ങോട്ട് വരണ്ടാന്ന്. ഒരു ടാക്സി വിളിച്ചാ പോരെ? എന്റെ വീടിന്റെ അടുത്ത് വണ്ടിയൊന്നും ചെല്ലില്ല. വണ്ടിയൊന്നും ചെല്ലാത്ത ഏത് പട്ടിക്കാട്ടിലാണോ തന്റെ വീട്? ദൈവമേ, ഏത് നേരത്താണോ ഈ കാട്ടുജാതിക്കാരനോട് ഇറങ്ങിപ്പോരാൻ തോന്നിയത്? അല്ല, അത് വഴിയല്ല, ഇതുവഴി. ആ, എവിടെയെങ്കിലും എന്തെങ്കിലും കാണാം. ഭൂമി ഉരുണ്ടതല്ലേ. Wow, it's really beautiful. ഇതൊക്കെ എന്ത് ബ്യൂട്ടി. ബ്യൂട്ടിനെ കാണാൻ കിടക്കണേ ഉള്ളൂ. വാ, അല്ലെ ബാഗ് പിടിച്ചോണ്ട് നിൽക്കാനുള്ള പ്ലാൻ. അതെ, ഭാര്യ ഭർത്താവായി അഭിനയിക്കുമ്പോ ഭാര്യയുടെ ലഗേജ് എടുക്കാൻ സഹായിക്കേണ്ടത് ഹസ്ബൻഡ് റെസ്പോൺസിബിലിറ്റിയാണ്. നോ 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 നോ, അതൊക്കെ അങ്ങ് ഓസ്ട്രേലിയയിൽ. ഇവിടെ കേരളത്തിൽ ഭാര്യമാരാണ് എല്ലാ ചുമടുകളും താങ്ങുന്നത്. ഇയാൾക്ക് 2 ബാഗിലുള്ളൂ. 2 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നെങ്കിലോ? ഒന്നിനെടുത്ത് ഒക്കത്തും വെക്കണം, മറ്റതിനെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് നടക്കണം. വാർത്താക്കന്മാരെന്ന് പറയുന്നവര് പടം നയിക്കുന്ന വീരാളിയെ പോലെ ഇങ്ങനെ നടക്കണം. Come on, follow me. ഹേയ്, ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിര. ഇതാണ് താറാക്കൂട്ടം. ഗ്രാമങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ഇംഗ്ലീഷിൽ ഡക്ക് എന്ന് പറയും.
ഇതിനൊരു നാണല്ലേ? I can do it. I will do it. ഞാനെവിടെയാ? പണ്ട് ഇങ്ങോട്ട് നടക്കാൻ ഇത്രയും ദൂരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കായല് വല്ലാണ്ട് വളർന്നു തോന്നുന്നു. Oh my god. ഇതാണോ തന്റെ വീട്? യാ. So, you're rich? നോ, മൈ ഫാദർ ഈസ് റിച്ച്. ഡൈ ചെയ്യാറായി. മുത്തശ്ശനായി ഇനി കുറച്ച് നരയൊക്കെ ആവാം. കുശുമ്പ് കുശുമ്പ്. രാവിലെ എങ്ങോട്ടാ? ചമ്പക്കുളത്തെ കറിയാച്ചന്റെ അമ്മ മരിച്ചുപോയി. ഓ, നീ ആ അശോകനോട് വണ്ടി എടുക്കാൻ പറ. അച്ഛച്ച, ഈ കണക്ക് ശരിയാവുന്നില്ല. എന്റെ പ്ലാനിലല്ല ഇത് പണിത്, മുത്തച്ഛന്റെ പ്ലാനാ. ഞാൻ ജനിക്കാൻ ലേറ്റ് ആയി പോയില്ലേ, ഒരു 300 വർഷം. അമ്മേ പ്രിയ, ഞാൻ അമ്മയ്ക്ക് എന്തോ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. ഞാൻ അമ്മായിന്ന് വിളിക്കണോ അതോ ചേച്ചിന്ന് വിളിക്കണോ? ചേച്ചിന്ന് വിളിച്ചാ മതി. അല്ലേലും ചേച്ചിയെ കണ്ടിട്ട് അമ്മായിന്നൊന്നും വിളിക്കാൻ തോന്നില്ല. എന്താ ഇയാളുടെ പേര്? രാഹുൽ. ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. നിന്റെ അച്ഛനും അമ്മയും നീ ഓർത്തില്ല. പോട്ടെ, ഞാനത് സഹിച്ചു. പക്ഷേ മുത്തശ്ശിയെ ഓർത്തിരുന്നെങ്കിൽ നീ ഈ വൃത്തികേട് ചെയ്യില്ലായിരുന്നു. അമ്മ കല്യാണം കഴിക്കണ ഒരു വൃത്തികേടാണോ? പിന്നെ കല്യാണം കഴിക്കുന്ന സന്ദർഭങ്ങളിൽ ആരെങ്കിലും മുത്തശ്ശിമാരെ ഓർക്കോ? നിനക്കൊരു നല്ല ജോലി കിട്ടാൻ ആ പാവം അമ്പലങ്ങളായ അമ്പലം മുഴുവൻ നേർച്ചയും കാഴ്ചയായി നടക്കുക. മുത്തശ്ശി, മനോങ്ങള് വന്നിട്ടുണ്ട്. കൂടെ ഒരു ഭാര്യയുണ്ട്. ഭാര്യയോ? മനുങ്ങള് കല്യാണം കഴിച്ചു. എന്റെ ദേവി, ഞാൻ എന്തായി കേക്കണത്? കൂടെയുള്ളത് ഭാര്യയാണെന്ന് അവൻ പറഞ്ഞു. പറയുകയും ചെയ്തു. ഇവിടെ നിന്നാ ചേച്ചിയുടെ സാരി അടിച്ചു. ശിവ ശിവ, എന്റെ ലക്ഷ്മി, ഞാൻ ഈ കേൾക്കുന്നൊക്കെ സത്യാണോ? എനിക്കൊന്നും അറിയില്ലമ്മേ. ഭാര്യയാണെന്നും പറഞ്ഞ് നമ്മുടെ മനു ഒരു പെണ്ണിനെയും കൂട്ടി വന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടരാണോ? ഒരു നായരുകുട്ടിയാ. നീ കണ്ടുവോ? കണ്ടു. കാണാൻ എങ്ങനെയുണ്ട്? കാണാനൊരു ചന്തമൊക്കെയുണ്ട്. എന്നാലും അവനിതെങ്ങനെ തോന്നി എന്റെ ഭഗവാനെ? നീ തന്നെ അത് പറയണം മോനെ. നീ വിളിച്ചുകൊണ്ടുവന്ന ആ പെൺകുട്ടിയെ ആര് സ്വീകരിച്ചില്ലെങ്കിലും നിന്റെ അമ്മ സ്വീകരിക്കും. അത്രയ്ക്ക് പാവാവള്. പക്ഷെ എന്നും നിനക്ക് വേണ്ടി വാദിച്ച അവളെ നീ തോൽപ്പിച്ച് കളഞ്ഞല്ലോടാ. മുത്തശ്ശി, അത് ഞാൻ 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് നടന്ന് നീ മറന്നിട്ടില്ലെങ്കിൽ നിനക്ക് നിന്റെ അമ്മയുടെ ദുഃഖം മനസ്സിലാവും. ഇതിങ്ങനെ വെച്ചാ അമ്മയ്ക്ക് കണ്ണെരിയില്ല. ദേ, എന്നെ പണ്ട് പറ്റിച്ച ഓർമ്മയുണ്ടോ? അല്ലേ അമ്മേ? മുത്തശ്ശി, ദാ എനിക്ക് ജോലി കിട്ടി. അതും ഇന്ത്യയിലെ ലീഡിംഗ് സോഫ്റ്റ്വെയർ കമ്പനിയായ കോട്ര ഇൻഫോടെക്. ഈ വരുന്ന 22-ാം തീയതി മുംബൈയിൽ ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുംബൈയിലോ? നിന്റെ അച്ഛന് ഇതറിഞ്ഞോ? ഇതുപോലൊരവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ആരെതിർത്താലും ഈ 22-ാം തീയതി ഞാൻ പോവും. നീ എവിടെയൊക്കെ 22-ാം തീയതി പോന്നെ?
അന്നാ വടക്കേക്കളത്തിലെ തോമച്ചന്റെ മകളുടെ കല്യാണമുണ്ട്. എനിക്ക് പകരം നീ ഒന്ന് പോണം. അച്ഛനെ വിളിച്ച കല്യാണത്തിന് ഞാൻ എന്തിനു പോണം? എനിക്കന്ന് വേറെ 2 പരിപാടികളുണ്ട്. കോട്ടയത്തൊരു കല്യാണവും ചങ്ങനാശ്ശേരിയിലെ കരയോഗത്തിന്റെ മീറ്റിംഗും ഉണ്ട്. അന്ന് എനിക്ക് പോകാൻ പറ്റില്ല. അതെന്താ? ഞാൻ ഇവിടെ ഇല്ല. അവന് മുംബൈക്ക് പോണെന്ന്. എന്തിന്? എനിക്കൊരു പണി കിട്ടി. നിനക്കല്ല, നീ ജനിച്ചപ്പോ മുതൽ എനിക്കാ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ അതല്ല, ബോംബെയിൽ എനിക്കൊരു ജോലി കിട്ടിയെന്ന്. നമ്മൾ തമ്മിൽ ഈ വിഷയത്തെക്കുറിച്ച് പലതവണ സംസാരിച്ചിട്ടുള്ളതാ. ഇവിടുത്തെ കൃഷിയും ബിസിനസ്സും ഒക്കെ നോക്കി നടത്തിയ എനിക്ക് അതിലൊന്നും താല്പര്യമില്ലെന്ന് അച്ഛനോട് ഞാൻ എത്ര തവണ പറഞ്ഞു. ഈ കൃഷിയും ബിസിനസ് ഒക്കെ നോക്കി നടത്താനാണ് പിന്നെ ഞാൻ ഇതിനെ കഷ്ടപ്പെട്ട് എഞ്ചിനീയറിംഗ് പഠിച്ച്. അത് നിനക്ക് എഞ്ചിനീയറിംഗിന് പഠിക്കണമെന്ന് പറഞ്ഞപ്പോ വിട്ടു. എഞ്ചിനീയറിംഗ് പഠിച്ച എത്രയോ പേര് കൃഷിയും ബിസിനസ്സും ഒക്കെ ചെയ്യുന്നു. സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കണമെന്നാ എന്റെ ആഗ്രഹം. നല്ല കാര്യം. നീ ബിസിനസ്സും കൃഷിയൊക്കെ നോക്കി നടത്തിയിട്ട് നല്ലൊരു തുക ശമ്പളമായിട്ട് എഴുതിയെടുത്തോ. ഇവിടുത്തെ ശമ്പളത്തിന് ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കാൻ തികയില്ല. നീ സിഗരറ്റ് വലി തുടങ്ങി. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അവന് ജോലിയോടെ താല്പര്യമെങ്കിൽ പിന്നെ എന്തിനാ ഈ കടുംപിടുത്തം? ഞാൻ പറഞ്ഞത് ജോലിയല്ലേ ലക്ഷ്മി. നിനക്ക് ഇതുവരെയായിട്ട് ഇവന് മനസ്സിലായില്ല. ജോലി അല്ല ഇവന്റെ പ്രശ്നം. ഇവന് വിദേശത്ത് പോണം. അവിടെ എന്തോ സ്വർഗമാണെന്ന് അവന്റെ വിചാരം. അതിനൊരു മാർഗം മാത്രമാണ് ഈ ജോലി. അതെ, എനിക്ക് പുറത്ത് പോണെന്ന് തന്നെയാണ് ആഗ്രഹം. ഇങ്ങനെയാണെങ്കിൽ നീ പുറത്തു പോവും ഈ വീട്ടിൽ നിന്ന്. എടാ, അധ്വാനിക്കാൻ മനസ്സുള്ളവൻ എവിടെയായാലും അധ്വാനിക്കും. എന്തായാലും ഈ പണിക്ക് അല്ല ജോലിക്ക് ഞാൻ പോവും. എടാ, അവനത് ഇഷ്ടാണെങ്കിൽ അവനൊന്ന് പോയി നോക്കട്ടെ. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവന്റെ തോന്നിയാസത്തിന് വിട്ടുകൊടുത്താ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. എന്തിനിങ്ങനെ വാശി പിടിക്കുന്നേ? ഇത്തവണ ഒന്ന് അനുവദിച്ചൂടെ? എനിക്ക് ഉറപ്പുണ്ട് ഇവൻ നന്നായി വരും. എനിക്ക് പ്രതീക്ഷയില്ല. ഇവന്റെ സന്തോഷമാണ് എനിക്ക് വലുത്. ശരി, അപ്പോ ഇന്നു മുതൽ ഇവന്റെ കാര്യങ്ങൾ നീ തീരുമാനിച്ചോ. ഞാൻ ഇനി ഇവന്റെ കാര്യത്തിൽ ഇടപെടില്ല. പക്ഷെ നീ നോക്കിക്കോ, പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ഇവൻ തിരിച്ചു വരും. അപ്പൊ കരഞ്ഞോണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത്. ഇല്ലമ്മേ, അതോർത്ത് അമ്മ വിഷമിക്കണ്ട. ഈ അച്ഛന്റെ മോൻ തന്നെ ഞാനും. എനിക്കുണ്ട് വാശിയും അഭിമാനവും ഒക്കെ. ഒരു നല്ല നിലയിലായിട്ടെ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ. അന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഉടനെ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ഞാൻ ആഗ്രഹിച്ചല്ല. ഓ ഗ്രേറ്റ്, ദീസ് വർ യുവർ ബ്രില്യന്റ് ഐഡിയാസ്. അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് വന്നതല്ലോ. അങ്ങോട്ടൊന്നും പറഞ്ഞതല്ല, ഞാൻ സ്വയം പറഞ്ഞു പോയതാ. എന്തായാലും നനഞ്ഞു. ഇനി കുളിച്ചു കയറാം. താനിനിയും കുളിക്കാൻ പോവാ? ഞാൻ വിളിച്ചു പറയട്ടോ. അതിന് ഞാനൊന്നും കണ്ടില്ലല്ലോ. അത് പിന്നെ ഞങ്ങള് കാര്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങിയായിരുന്നു അല്ലേ? അതിന് താഴെ വെള്ളം കിടന്നോണ്ട് എന്തോന്ന് സീൻ. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? എന്താടാ, എന്തു പറ്റി? ദേ നോക്കിക്കേ ചേച്ചി, താഴെ കിടക്കുന്നേ. എന്തിനാ കുട്ടി നിലത്ത് കിടക്കുന്നത്? അത് പ്രിയക്ക് ഭയങ്കര നടുവേദന. അതിന് നിലത്ത് കിടന്ന മാറുമെന്ന് കുട്ടിയോട് ആരാ പറഞ്ഞു? ഞാനാ പറഞ്ഞമ്മ. കഷ്ടം. അറിയാൻ മേലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കണം. അതെങ്ങനെ? എല്ലാം അറിയാന്നല്ലേ ഭാവം. ഇങ്ങനെ കിടന്ന നിലത്തെ തണുപ്പടിച്ച് നടുവേദന കൂടത്തല്ലേ ഉള്ളൂ. അതിനൊരു പലകയിട്ട് വേണം കിടക്കാൻ. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലമ്മേ. ഇതൊക്കെ ഈ പാതിരാത്രി എവിടെ നിട്ടാണ് ഈ പലക? ഇത് പലക കെട്ടിലല്ലേ, ആ ബെഡൊക്കെ മാറ്റിയാ പോരെ? അത് ശരിയാണല്ലോ. ശരിയാ. കിടത്തിണ്ടി നീ ഇവിടുന്ന് പുറത്തേക്ക് വരുമല്ലോ. പുറത്തേക്ക് വലിച്ചെടുക്കാം അമ്മ ബെഡ്. കാഞ്ഞിരത്തിന്റെ പലകയാ, നടുവേദനയ്ക്ക് നല്ലതാ. ഇനി നിങ്ങൾ ഇവിടെ കിടന്നു. എനിക്ക് നടുവേനൊന്നുമില്ല, ഞാൻ ബെഡിൽ കിടന്നോളാം. വേണ്ട വേണ്ട, ഭാര്യയ്ക്ക് വേണ്ടി കുറച്ചൊക്കെ സഹിക്കും. വട. ശരി അമ്മേ. ഗുഡ് നൈറ്റ് അമ്മ. ഗുഡ് നൈറ്റ്. അങ്ങനെ കിടക്ക വീണ്ടും എന്റെ കയ്യിൽ. വെൽക്കം ബാക്ക് ടു മനൂസ് മൾട്ടിപർപ്പസ് ബെഡ്. എന്ത് സുഖം, എന്ത് രസം. മരിയ കയറി കട്ടിൽ കിടന്നേ. ഇല്ല, ഇത് എന്റെ ബെഡാണത്. നിന്റെ വീട്, നിന്റെ മുറി, നിന്റെ കട്ടിൽ. നീ കയറി കിടക്ക്. എന്റെ ബെഡിൽ കിടന്ന ഞാൻ അപ്പ പിടിക്കും. എങ്കിലും ഇവിടെ കൊല നടക്കും. കൊലയോ? അത്രക്കായോ? എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. എന്റെ മണിമാളിയെ പുറത്തമ്മേ കിഴക്കാവിലമ്മേ, എന്റെ കുലദൈവങ്ങളെ കാത്തോളണേ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി, നീ അനുഭവിക്കും. നിന്നെ നാളെ മുതൽ ഞാൻ കരയിപ്പിക്കും. അലറി അലറി കരയിപ്പിക്കും. ഇതൊന്നും കാണാനുള്ള യോഗ എനിക്കില്ലാതായി പോയല്ലോടാ. അതെ അതെ, അണ്ണൻ എന്റെ ടെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അവളോ എന്റെ വീട്ടുകാരോ സത്യം അറിഞ്ഞ അതോടെ നിന്റെ കാര്യത്തിന് ഒരു തീരുമാനമാകും. ആരെന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച കാണാൻ നല്ല രസമല്ലേ? നീ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിന്റെ പ്രവർത്തികൾ കണ്ടാൽ ആ പിശാചിന് തോന്നണം നീ അവളെ വീട്ടുകാരെ പോയി അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവര് ജന്മ തടുക്കാനും പാടില്ല. പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് തീർന്നല്ലേ അനിയ.
ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. ഓൾ ദ ബെസ്റ്റ്. പണി തുടങ്ങിക്കോ. ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് നിനക്കൊന്ന് പറഞ്ഞു തരാവോ? നിന്റെ ഭാര്യയെ നല്ലതായി കാണിക്കാനാണ് ഈ പെടാപ്പാട് പെടുന്നെങ്കിൽ നിനക്ക് തെറ്റി. അതിന് ഈ ഗോഷ്ഠിയുടെ ആവശ്യമൊന്നുമില്ല. സാധാരണ രീതി പെരുമാറിയാ മതി, ഞങ്ങൾക്ക് മനസ്സിലാവും. അതല്ല ഇതിന്റെ പിന്നിൽ മറ്റു വല്ല ഉദ്ദേശമാണെങ്കിൽ. എന്തുദ്ദേശം? നിന്റെ കാര്യായോണ്ട് ഒന്നും പറയാൻ പറ്റില്ലേ. ആ, ഞാനിത് കേക്കണം. എനിക്കും പ്രിയയ്ക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പക്ഷെ എന്റെ അമ്മയും മുത്തശ്ശി ഈ ചേറിക്കിടന്ന് നരയ്ക്കണമെന്ന് ഓർത്തപ്പോ എടാ കുട്ടനാടിന്റെ ചേർന്നും ഉണ്ടടാ സൗന്ദര്യം. പഴഞ്ചൊല്ലോന്നല്ലോ. അതിന്റെ മണത്തിന് നീ പൂശുന്ന സെന്റിനേക്കാൾ പരിശുദ്ധി ഉണ്ടടാ. എന്നാ പിന്നെ നിങ്ങളുടെ ഭർത്താവിനോട് രാവിലെ അത്തറിനവരും കുറച്ച് ചെളിവാരി പൂശാൻ പറ. അപ്പൊ തലയിലും ചെളിയും ചുവട്ടിലും ചെളിയും. ഇന്നത്തോടെ നിന്റെ കളി ഞാൻ അവസാനിപ്പിക്കൂടാ പെങ്ങടാ മോനെ. അതിനാരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ, മനസ്സിൽ വെച്ചോ. എന്താ ആരാടത്? എന്റെ ഗേൾഫ്രണ്ട്. ആ യമിനി, ഇത് മനു അങ്കിൾ. ഞാൻ പറഞ്ഞില്ലേ ആ ഓസ്ട്രേലിയക്കാരി ചേച്ചി അടിച്ചോന്നൊരു അങ്കിളിന്റെ കാര്യം, ഇതാണ് ആ പുള്ളി. അങ്ങനെയൊന്നുമില്ല, ടൈം പാസ്. ആന്റിയോട് എന്നെ അന്വേഷണം അറിയിക്കണം കേട്ടോ അങ്കിൾ. പോട്ടെ രാഹുൽ അങ്കിൾ. യമിനി, നാളെ ഇതേ സമയം ഇതേ സ്ഥലം. ഓക്കെ, അത് ശരി. അപ്പൊ ഇത് സ്ഥിരം കലാപരിപാടിയാണല്ലേ? എന്ത് ഈ സൊള്ളല്? ഞങ്ങളൊന്നും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതിലെന്താ തെറ്റ്? അത് ശരി. ഇത് ഞാൻ വീട്ടിലെല്ലാരോടും പറയാൻ പോവാ. ഓ, അത്രേ ഉള്ളോ? പറഞ്ഞോ. ഈശ്വര, ഇതാണ് ന്യൂ ജനറേഷൻ. അവിടെ എന്തുവാ മനുങ്ങൾ, എന്താ വേണ്ടേ? നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്രേ മതിയോ? വേണ്ട വേണ്ട വേണ്ട, നിർത്ത്. എന്താ കുളത്തിൽ? നമ്മുടെ കുളത്തില് എന്താണാവോ? ജലകന്യക. അയ്യോ പ്രിയ. വീട്ടില് എടാ, ഇവിടെ നടന്ന പുകിലൊന്നും നീ അറിഞ്ഞില്ലേ? എന്താ എന്തുപറ്റി? മരുമകള് അടിവസ്ത്രം ഇട്ടോണ്ട് കുളത്തിച്ചാടി. അത് കാണാൻ നാട്ടുകാർ മുഴുവൻ കുളത്തിന്റെ ചുറ്റും. മുത്തശ്ശി, അതിന്റെ പേര് സ്വിമ്മിംഗ് സൂട്ട് എന്നാ. നീ ഒന്നും മിണ്ടാതിരിക്കണ്ട ചക്ക. പേരിലെന്തിരിക്കണോ? കാണാനുള്ളതൊക്കെ നാട്ടുകാര് കണ്ടു. കോണം മാതിരി ഒരു സാധനം കൊടുത്തുകൊണ്ട് വൃത്തികേട്. അയ്യേ, വൃത്തികേടൊന്നുമില്ലായിരുന്നു. ചേച്ചിക്ക് നല്ല ഷേപ്പുള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു കാണാൻ. വൃത്തികേട് പറയണ്ട, കേറി പോടാത്ത. നീ എന്താ ഒന്നും മിണ്ടാത്തത്? മൗനവ്രതത്തിലാ? നീയല്ലേ ഈ വീട്ടിലെ കാരണവര്? എട്ടും പൊട്ടും തിരിയാത്തോണ്ട വായന്ന് വന്നത് കേട്ടില്ലേ? ഇവനൊക്കെ വലുതായ എന്താവും? എന്താവാൻ? വേരിന് വളം വെക്കാതെ തലയ്ക്ക് വളം വെച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഞാൻ ഇനി ഒരുത്തനെ നന്നാക്കാൻ ശ്രമിക്കുന്നില്ല. ഒരുത്തനെ നന്നാക്കാൻ നോക്കിയപ്പോ നിങ്ങൾ രണ്ടാളും എനിക്കെതിരെ തിരിഞ്ഞു. ഞാൻ മാത്രം എന്തിനാ ഒഴുക്കിനെതിരെ നീന്തുന്നത്? അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക, അത്രേ ഉള്ളൂ. Let's stop this. We're going back. ഇയാളുടെ വീട്ടുകാരുടെ സ്നേഹം ഒന്ന് പിടിച്ചു പറ്റാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. Especially the role hag. എന്റെ മുത്തശ്ശിയെ കുറിച്ച് അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ. സങ്കടവും ദേഷ്യമൊക്കെ വരുമ്പോ എന്തെങ്കിലും വിളിച്ചു കൂവുന്നല്ലാതെ മുത്തശ്ശി ആളൊരു പാവാ. ഓക്കെ, cut the crap. എന്തായാലും നമ്മൾ തിരിച്ചു പോകുന്നു. തിരിച്ചു പോകാനോ? അപ്പൊ ഇവിടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വല്ല അന്വേഷണം വന്നാലോ? ഞാൻ മനുവിന്റെ ഭാര്യയാണെന്ന് മനുവിന്റെ വീട്ടുകാരെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ എന്തിന് അന്വേഷണത്തിന് ഭയക്കണം? ഇയാൾ എന്റെ ഭാര്യയാണെന്ന് വീട്ടുകാർ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. അവർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗവൺമെന്റ് തലത്തിൽ നമ്മുടെ വിവാഹത്തെ കുറിച്ച് ഒരു അന്വേഷണം വന്നാ എന്റെ വീട്ടുകാരെ എന്റെ കാരണം അന്വേഷിക്കും. അവരറിയുന്ന സത്യവും അവരുടെ സംശയങ്ങളും കൂട്ടി വായിച്ചാ അവർക്ക് കാര്യം മനസ്സിലാവും. അതോടെ നമ്മുടെ പദ്ധതിയൊക്കെ പൊളിയും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മനുവിടെ വീട്ടുകാർ നമ്മളെ സഹായിക്കില്ലേ? അതിനാണ് അവരുടെ സ്നേഹം പിടിച്ചു പറ്റണമെന്ന് ഞാൻ പറയുന്നത്. അവർക്ക് പ്രിയ ഇഷ്ടായാൽ ഒരുപക്ഷെ അവർ സഹായിച്ചേക്കും.
ഇയാളുടെ വീട്ടുകാർക്ക് ഇപ്പോഴും സംശയമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യുവർ ഐഡിയാസ് ഹവ് ബീൻ എ ടോട്ടൽ ഫെയിലിയർ. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ എന്റേതായ രീതിയിൽ ശ്രമിക്കാൻ പോവാ. ഈ വീടിനകത്തിരുന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. സോ ഐ നീഡ് ടു ഗെറ്റ് ഔട്ട്. പുറത്തു പോകാനോ? എവിടെ? I don't know. This is your place. You take me out. ഷാപ്പിലോ? ഏത് ഷാപ്പിൽ? ഷാപ്പ് ഏതായാലും എന്താ, അവര് കയറി കുടിച്ചില്ലേ? ആ കുട്ടിയും കുടിച്ചോ? രണ്ടുപേരും തലക്ക് പിടിച്ച അവിടെ കയറി വന്നത്. എന്റെ ദൈവമേ, നമ്മൾ ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇന്നേ വരെ നാട്ടുകാർക്ക് ഈ കുടുംബത്തിനെ പറ്റി പറഞ്ഞു ചിരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. കണ്ടക ശനി കൊണ്ടേ പോകൂ. എന്തോ ഒരു ദോഷം കിടപ്പുണ്ട്. ആ കൃഷ്ണൻകണിയനെ വരുത്തിച്ചൊന്ന് പ്രശ്നം വെപ്പിക്കാം. ഈ ദോഷം കണ്ടുപിടിക്കാൻ കണിയാനെ ഒന്നും വരുത്തണ്ട, ഞാൻ പറയാം. നീ ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തിനും ഏതിനും നിങ്ങൾ അവനെയാണല്ലോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവൻ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണെന്നാണോ നീ പറയുന്നത്? ഇത്രയായിട്ട് നിനക്കവനെ മനസ്സിലായില്ലല്ലോ എന്റെ ലക്ഷ്മി. അവന്റെ സമയം മോശമായതുകൊണ്ടാ ഇങ്ങനെ ചെയ്യാൻ അവനെ തോന്നിപ്പിക്കുന്നേ. അപ്പോ കുറ്റം സമയത്തിന്റെയാ, അല്ലാതെ അവന്റെ അല്ല. ഇങ്ങനെ എല്ലാറ്റിനും അവനെ ന്യായീകരിച്ച് കൊഞ്ചിച്ച് വളർത്തിയത് കൊണ്ട് അവൻ ഇങ്ങനെ ആയത്. അതെ, കുറ്റം മുഴുവൻ എന്റെയാണല്ലോ. ഞാൻ കാരണമാണല്ലോ അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇതാ ഞാനൊന്നും പറയാത്തത്. എന്തെങ്കിലും അവന്റെ കാര്യം പറഞ്ഞ പിന്നെ നമ്മൾ തമ്മിൽ വഴക്കായി. പെണ്ണ് കെട്ടിയാൽ കാല് കെട്ടി, പിള്ള പറഞ്ഞാ വാ കെട്ടി. ഇനി നിങ്ങൾ തമ്മിൽ തുടങ്ങണ്ട. ഇതൊക്കെ വന്ന് കയറുന്ന പെണ്ണിന്റെ കുഴപ്പാ. ചിലത് വന്ന് കയറിയ കുടുംബം നശിക്കും. നിങ്ങൾക്ക് ആർക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മരുമകളാവാൻ എനിക്ക് പറ്റില്ലായിരിക്കാം. പക്ഷേ ഞാനൊരിക്കലും ഈ കുടുംബത്തിനൊരു ദോഷമാവില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എന്റെ പേരൻസ് ഓസ്ട്രേലിയക്ക് പോയതാ. അതോടുകൂടി എന്റെ ചൈൽഡ്ഹുഡ് നഷ്ടപ്പെട്ടു. അച്ഛനമ്മമാരുണ്ടായിട്ടും ഇല്ലാത്തവളെ പോലെയാ ഞാൻ വളർന്നത്. അവിടെ അവർക്ക് ജോലി കഴിഞ്ഞിട്ട് ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെ എല്ലാവരും കണ്ടപ്പോ എനിക്ക് എല്ലാവരും തിരിച്ചു കിട്ടിയെന്ന് ഓർത്ത് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. പക്ഷെ എത്രയായാലും മരുമകൾ മകളാവില്ലല്ലോ. ഞാൻ കാരണം ഈ കുടുംബത്തിനുണ്ടായിരിക്കുന്ന മാനക്കേടിനും ദുഃഖങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എനിക്ക് എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്. എന്നെ ആരും വെറുക്കരുത്. ഞാൻ ഉടൻ തന്നെ പോയിക്കോളാം. മുത്തശ്ശിക്ക് എന്നോട് ദേഷ്യാണെന്ന് അറിയാം. പക്ഷെ പ്ലീസ് എന്നെ ശപിക്കരുത്. മോളെ, മുത്തശ്ശി മോളെ വേദനിപ്പിച്ചു എന്നറിയാം. മോളതങ്ങ് ക്ഷമിക്കേ. മുത്തശ്ശി അങ്ങനെ ആരാ എന്താന്നൊന്നും നോക്കാതെ വിളിച്ചു കൂവും. പെട്ടെന്നൊരു ദിവസം മോളെ ഈ വീട്ടിൽ കയറി വന്നപ്പോ ഞങ്ങൾക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായെന്നുള്ളത് സത്യവാ. എന്ന് കരുതി മോളോട് ഞങ്ങൾക്ക് വെറുപ്പൊന്നുമില്ല കേട്ടോ. മോളെ ഇഷ്ടമായതുകൊണ്ടാ മുത്തശ്ശി അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇഷ്ടമുള്ളവരെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് കേൾക്കുമ്പോ നമുക്ക് വേദന തോന്നില്ലേ? സ്നേഹമുള്ളിടത്തെ പരിഭവമുള്ളൂ. മോളെ, ഞങ്ങളൊക്കെ പഴഞ്ചൻ ആൾക്കാരായിരിക്കാം, പക്ഷേ വലിയ യാഥാസ്ഥിക ചിന്താഗതിക്കാരൊന്നും അല്ല. നിങ്ങൾ പുതിയ തലമുറയിലെ കുട്ടികൾ ചില കുറുമ്പുകളൊക്കെ കാണിക്കും. അത് ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതിയൊക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മോളി ചെയ്തതൊന്നും ഞങ്ങളാരും വലിയ കാര്യമായി എടുത്തിട്ടില്ല. ലക്ഷ്മി, വാ, മോള് വിശ്രമിച്ചോട്ടെ. ആ പിന്നെ ലേശം അടിക്കണമെന്ന് തോന്നുമ്പം മുത്തശ്ശിയോട് പറഞ്ഞാ മതി. നല്ല കീറാ. Wow, so cute. Yeah. അവിടെ അങ്ങ് പിടിച്ചുപോയെന്ന് തോന്നല്ലോ. എന്താ തിരിച്ചു വരാൻ പ്ലാൻ ഒന്നും ഇല്ലേ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്തോ ഒന്ന് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. മേ ബി ഐ ഡോണ്ട് നോ. നിന്റെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്ത് പറയുന്നു? ഇവിടെ ഉണ്ട്. പക്ഷേ അവന്റെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. സംതിങ് ഇസ് നോട്ട് റൈറ്റ് അബൌട്ട് ഹിം.
ആകെ ഒരു ശ്മശാനമൂകതയാണല്ലോ. മുത്തശ്ശി അവളെ ചവിട്ടി പുറത്താക്കി കാണൂ, പക്ഷെ അയ്യോ എന്നുള്ള ശബ്ദം കേട്ടില്ലല്ലോ. അയ്യോ, ആ ഇന്നിങ്ങർക്ക് കല്യാണമൊന്നുമില്ലേ? ഒന്ന് നിൽക്കുവോ? അതെ, ഒരു കല്യാണ ക്ഷണം ഉണ്ടായിരുന്നു. അങ്ങേക്ക് പോകാൻ സൗകര്യപ്പെടുവോ? ഇത് സോണിയുടെ അല്ലേ? അതിന് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ പോകുന്നതിൽ വിരോധമില്ലല്ലോ അല്ലേ? ഞാൻ പോകുന്നുണ്ട്. അതെന്തൊരു ചോദ്യവാ? കല്യാണ ചെക്കൻ മനുവിന്റെ കൂടെ പഠിച്ചതല്ലേ? അല്ല, മുമ്പ് ചില കല്യാണങ്ങൾക്കൊക്കെ പറഞ്ഞു വിട്ടതാണല്ലോ ഞാൻ ഇവനോട് ചെയ്ത മഹാപാതകം. അത് ഇതുപോലെ അല്ലല്ലോ. എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ. അല്ല, പറഞ്ഞതേ ഉള്ളൂ. വായിലെ വാക്കിന് കരം കൊടുക്കണ്ടല്ലോ. ഉമ്മ കൊടുക്കുന്നു. എന്താ കരം വെക്കും ഞാൻ. എന്ത് സ്വഭാവം. ഇവളിവിടെ സ്ഥിരാക്കാൻ പോവാണ്. ചായ എങ്ങനെയുണ്ട് അച്ഛാ? ഉഗ്രൻ. മോക്ക് നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന് തോന്നുന്നു. നിനക്ക് പണിയാൻ തരാടി. കൈപ്പുണ്യം തന്നെയാ. ഇത്രയും നല്ലൊരു ചായ അടുത്ത കാലത്തൊന്നും ഞാൻ കുടിച്ചിട്ടില്ല. പ്രിയയുടെ മുത്തശ്ശി പഠിപ്പിച്ചതത്രേ. ഒന്ന് പോടാ. മുത്തശ്ശി, നീയോ? മുത്തശ്ശിയോടെ നിനക്ക് ചൂട് പിടിച്ചു തരാൻ ഞാൻ അവനോട് പറഞ്ഞത്. എന്റെ മുത്തശ്ശി, ഇവൻ ചെയ്ത ശരിയാവില്ല. ഇവനിതൊന്നും അറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നേ. മോൾ ഇതങ്ങ് കുടിച്ചേ, ഉള്ളിലുള്ള ചതവൊക്കെ പോട്ടെ. നീയും അല്പം കുടിച്ചോ? എനിക്ക് ചതവ് അകത്തല്ല, പുറത്താ. ഇതിനിടെ ചില വ്യക്തിപരമായ കണക്കുകളും തീർത്തോ എന്നൊരു സംശയം. എന്നാലും നിങ്ങൾ എന്തിനാ ആ ഭാഗത്തേക്ക് പോയത്? സൺസെറ്റ് കാണിക്കാൻ കൊണ്ടുപോയതാ. സൂര്യാസ്തമയം കാണാൻ എന്തിനാ അങ്ങോട്ട് പോയത്? ഈ വീടിന്റെ മുന്നിൽ നിന്നാ കാണാലോ. മോൾ ഈ സൂര്യാസ്തമയം ഇതുവരെ കണ്ടിട്ടില്ലേ? മുത്തശ്ശി, എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് പോയതല്ല. അവിടെയും കണ്ട് നിന്ന സൂര്യൻ തോട്ടിലേക്ക് പോകുന്നത് കാണാന്നും പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയതാ. എന്നിട്ട് തോട്ടിപ്പോയത് നിങ്ങളും. എന്നാലും ആ കാലമാടൻ ഇവനോട് ചെയ്തു പോട്ടെ. ഒരു പെൺകുട്ടിയാണെന്നുള്ള പരിഗണന പോലും ഈ കുട്ടിയോട് കാണിച്ചില്ലല്ലോ. അത് ശരി. അപ്പൊ എന്നെ തല്ലേന ഒരു കുഴപ്പമില്ലല്ലേ? എടാ, നീ ഒരു ആണല്ലേ? അതെന്താ? ആണുങ്ങൾക്ക് തല്ലുകൊണ്ട വേനെടുക്കൂലേ? എടാ, തല്ല് വാങ്ങുന്നവനല്ല, തല്ല് കൊടുക്കുന്നവനാണ്. നിനക്ക് തെക്കേപ്പുരയ്ക്കൽ പ്രഭാകരവർമ്മയുടെ മകനാന്ന് പറഞ്ഞൂടായിരുന്നോ? ഒരു മിനിറ്റ് അമ്മേ. ഇടി കൊള്ളുന്നവന്റെ വായിന്ന് കൊച്ചു കൊച്ചു വാക്യങ്ങളെ വരൂ. അയ്യോ അമ്മേ, ഇടിക്കല്ലേ, വേണ്ട. അല്ലാതെ ഞാൻ തെക്കേപ്പുരയ്ക്കൽ പ്രഭാകരവർമ്മയുടെ മകനാണ് എന്ന് പറയാനുള്ള ഗ്യാപ്പൊന്നും ഇടിക്കണം തരില്ലമ്മേ. പക്ഷെ എന്തായാലും വാസുവിനെ ഞാൻ വെറുതെ വിടില്ല. അമ്മേ, അച്ഛൻ കോട്ടയത്ത് നിന്ന് വരുമ്പോ കുറച്ച് ഗുണ്ടകളോടി കൊണ്ടുവരാൻ പറയണം. എന്തിനാ? എനിക്ക് പ്രതികാരം ചെയ്യാൻ. നീ ഇനി ഒന്നിനും പോകണ്ട. വരുന്ന വഴിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി പരാതി കൊടുക്കാൻ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മുത്തശ്ശി, കേസുണ്ടെന്നൊരു കാര്യമില്ല. വാസുവിന് ജയിലില് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഭാര്യ വീട് പോലെയാ. ആ SIക്ക് കുറച്ച് കൈക്കൂലി എടുത്തിട്ട് നന്നിട്ട് ഇടിക്കാൻ പറയണം. ഒരു മാസമെങ്കിലും അവന് ആശുപത്രി കിടക്കണം. അവൻ വന്നു തോന്നുന്നു. ആര്? വാസുവോ? അല്ലടാ, നിന്റെ അച്ഛൻ. ഓ, ഇവിടത്തെ വാസു. എന്നെ അങ്ങോട്ട് കൊല്ല്. നാട്ടിലോടി, വീട്ടിലോടി. സ്റ്റേഷനിൽ പോയിട്ട് എന്തായി? പോയില്ല. അതെന്താ? കയ്യോടെ കംപ്ലൈന്റ് കൊടുത്തില്ലെങ്കിൽ? എന്ത് കംപ്ലൈന്റ്? അവനുണ്ടാക്കുന്ന കേസുകൾക്ക് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ എനിക്ക് പറ്റില്ല. ഈ കുടുംബത്തിൽ ഇന്നേ വരേക്കും ഒരാൾക്കും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടില്ല. അല്ലേലും അവന്റെ കാര്യം വരുമ്പോ നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാ. ഒരു ശത്രുവായിട്ടാ നിങ്ങൾ അവനെ കാണുന്നത്. ലക്ഷ്മി, അവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? എനിക്കും പലപ്പോഴായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനിത് കേൾക്കണം. അവന്റെ തലവട്ടം കണ്ടപ്പോ തുടങ്ങിയതാ എന്റെ സന്നിദശ. അവനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം അവനോ ഈ വീടിനോ നാടിനോ ഉണ്ടായിട്ടുണ്ടോ? എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും ഇങ്ങനെ ചില പാഴ്ജന്മങ്ങൾ. എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈശ്വര എനിക്ക് ഇങ്ങനൊരു ജന്മത്തെ തന്നത്? തറവാട് മുടിക്കാനുണ്ടായ നാശൂലം. I'm sorry. Really very sorry. ഞാൻ കാരണമാ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഏയ്, അതൊന്നുമില്ല. ഇതൊക്കെ എന്റെ കൂടെയുള്ള പ്രശ്നങ്ങളാ. അച്ഛൻ മനുവിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണക്കാരി ഞാനാണെന്ന് അവരെല്ലാരും അറിയണം. വേണ്ട വേണ്ട, അവരൊന്നും അറിയണ്ട. ഞാനിവിടെ വരുമ്പോ ഇവരൊന്നും എന്റെ ആരും അല്ലായിരുന്നു. പക്ഷെ ഇപ്പോ അവരെന്നോട് കാണിക്കുന്ന ഈ സ്നേഹം അതെനിക്ക് കണ്ടില്ലെന്ന് ഭാവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞില്ലെങ്കിൽ
പ്രിയ പറഞ്ഞത് ശരിയാ. എന്റെ വീട്ടുകാര് പ്രിയ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഞാനായിട്ട് ഇവരെ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ട്. പ്രിയ കൂടി അവരെ പറ്റിച്ചു എന്നറിഞ്ഞാ അവര് തകർന്നു പോകും. എന്തായാലും നമ്മൾ പിരിയേണ്ടവരല്ലേ. അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ തിരിച്ചു പോവാം. പാടില്ല. നമ്മൾ നാളെ ഈ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോരുത്. മനു, യു വെരി ലക്കി. യു സച്ച് എ വണ്ടർഫുൾ ഫാമിലി. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മനുവും അച്ഛനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കണം. ബിക്കോസ് അല്ല, അമ്മ പറയായിരുന്നേ, ഏതായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി. എന്നാ പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഇവരുടെ കല്യാണം അങ്ങ് നടത്തിയാലോ എന്ന്. അമ്മ പറഞ്ഞത് ശരിയാണെന്നാ എനിക്കും തോന്നുന്നേ. ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നില്ല. ഞങ്ങളുടെ ലീവ് തീരാറായി. മുംബൈ ചെന്നിട്ട് ജോലി സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്തു തീർക്കാനുണ്ട്. അതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് നടത്താം. പോരാ, എനിക്ക് പ്രായമൊക്കെയായി. ഇവന്റെ കല്യാണം കൂടി കണ്ടിട്ട് വേണം മരിക്കാൻ എന്നാ എന്റെ ആഗ്രഹം. ഇനിയും കാത്തിരിക്കാൻ എന്നെക്കൊണ്ട് വയ്യ. ഈ 17നോ 18നോ അല്ലേ നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇന്ന് 9. ഈ 15നോ 16നോ ഒരു നല്ല മുഹൂർത്തം നോക്കി നടത്താൻ പറ്റില്ലേ? എന്തിനാ നമ്മളിങ്ങനെ വെറുതെ കഷ്ടപ്പെടുന്നത്? നമുക്ക് സ്വസ്ഥമായിട്ട് പിന്നെ നടത്താലോ. നീ കഷ്ടപ്പെടണ്ട, ഞങ്ങള് കഷ്ടപ്പെട്ടോളാം. എന്തായാലും നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ കല്യാണം നടത്തും. മനു, things are getting very serious now. നമ്മൾ പോകുന്ന ഡേറ്റിന്റെ കാര്യം അവരെങ്ങനെ അറിഞ്ഞേ? അതെന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതാ. അത് വേണ്ടായിരുന്നു. ഇനിയിപ്പോ ഡേറ്റ് മാറ്റി പറയാൻ പറ്റില്ല. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. I swear I didn't know. ഞങ്ങൾക്ക് അകത്തേക്ക് വരാവോ? വന്നോളൂ മുത്തശ്ശി. മോളിത് കണ്ടോ? പരമ്പരാഗതമായി കൈമാറി വരുന്ന കല്യാണസാരിയും ആഭരണങ്ങളുമാ. 100 വർഷത്തോളം പഴക്കമുണ്ട് ഇതിന്. മുത്തശ്ശിയുടെ കല്യാണത്തിന് ശേഷം ഇതെന്റേതായി. ഇനി ഇത് മോളുടെയാണ്. കല്യാണ ദിവസം ഇതണിഞ്ഞിട്ട് വേണം കുടുംബക്ഷേത്രത്തിൽ വരാൻ. ഇവിടെ കെട്ടിവരുന്ന പെൺകുട്ടികള് ഇതുടുത്താണ് ആദ്യരാത്രിയിലേക്ക് പ്രവേശിക്കാറ്. നിങ്ങളുടെ ആദ്യരാത്രി കഴിഞ്ഞിട്ടുണ്ടെന്നറിയാം. എങ്കിലും ഈ ചടങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യണം. ഇതൊക്കെയല്ലേ ഉള്ളൂ ഞങ്ങളുടെ ഒരു സന്തോഷം. വണ്ടി കണ്ടു. നിങ്ങൾ എവിടെയാ? ആലി എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ തന്നെ ഇവന്മാരെയും കുട്ടിങ്ങ് പോന്നു. ഫോർ മീ ദിസ് ഇസ് എ ലൈഫ് ആൻഡ് ഡെത്ത് മാറ്റർ. മനു, യു റിയലി ഡിസപ്പോയിന്റഡ് മീ. ബോംബെയിൽ നിന്ന് പുറപ്പെടുമ്പോ നമ്മൾ തമ്മിൽ ചില ധാരണ ഉണ്ടായിരുന്നു. ഈ അവസാന നിമിഷം മനു അതിൽ നിന്ന് പിന്മാറുക പറഞ്ഞാൽ? ഐ എം സോറി സർ. പ്രിയോട് അങ്ങനെ ഒരു ചതി ചെയ്യാൻ ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വാവ്, പ്രിയ എന്ന് പറയുമ്പോഴുള്ള ഒരു സോഫ്റ്റ്നെസ്. യു ആർ ഇൻ ലവ് വിത്ത് ഹർ, isn't it? അങ്ങനെ ഒരു പ്രണയമൊന്നും ഞങ്ങൾ തമ്മിലില്ല. പിന്നെന്തിനു നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വിട്ടിട്ട് നിന്നെ കഷ്ടപ്പെടുത്തിയവളെ നീ സഹായിക്കുന്നു? പുറമേ കുറെ ബഹളമൊക്കെ ഉണ്ടാക്കെങ്കിലും പ്രിയ ആളൊരു പാവമാണ് സാർ. അതുപോലെ അടുത്തറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ മാത്യു, ഈ പ്രമോഷൻ കിട്ടാനായി അവൾ എന്ത് വൃത്തികെട്ട കളിയും കളിക്കുന്നു. അവൻ പറഞ്ഞു കേട്ടില്ലേ അടുത്തറിഞ്ഞെന്ന്. അവള് നിന്റെ കൂടെ കടന്നു വന്നപ്പോ നിന്റെ മനസ്സ് മാറി. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ഓ, എന്റെ ഫ്രണ്ട്സ് പറഞ്ഞ അനാവശ്യം നീ കാണിക്കുന്നതിനൊന്നും കുഴപ്പമില്ല സാർ. അന്ന് പ്രിയോടുള്ള ദേഷ്യത്തിന് ഞാൻ അങ്ങനെയൊക്കെ സമ്മതിച്ചു പോയതാ. ഞാൻ കാരണം സാറിന് ബുദ്ധിമുട്ടുണ്ടായതിന് ഞാൻ ക്ഷമ ചോദിക്കുക. നീ ക്ഷമ ചോദിച്ച അദ്ദേഹത്തിന്റെ പ്രമോഷൻ ശരിയാവോ? സാറിന് കിട്ടാൻ അർഹത ഉണ്ടെങ്കിൽ ആ പ്രമോഷൻ സാറിന് തന്നെ അത് കിട്ടിയിരിക്കും. എനിക്ക് തന്നെയാണ് അർഹത. സാറിന് അർഹതപ്പെട്ടതാണെങ്കിൽ പ്രിയ തിരികെ പോകാതിരിക്കുന്നതിന് സാർ എന്തിനാ ഭയപ്പെടുന്നേ? ചെറ്റത്തരം കാണിച്ചിട്ട് ന്യായം പറയുന്നോടാ. എനിക്ക് നിങ്ങളോട് മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല സാർ. ഐ എം സോറി, ഐ കാൺ ഹെൽപ്പ് യു. എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. വേണ്ട സാർ, നമ്മൾ തമ്മിൽ വേണ്ട. വേണോടാ, എനിക്ക് വേണം. എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നീ അവളെ സഹായിക്കൂ. എന്റെ നാട്ടിലൊന്ന് എന്നെ തല്ലിയിട്ട് പോയാ
അതെന്റെ നാടിന് മോശമല്ല സാറേ. പ്രിയ, പ്രിയമോളിപ്പോ പുറത്തേക്ക് പോയല്ലോ. പുറത്തേക്ക് എങ്ങനെ? ഒരു വെളുത്ത കാറ് വന്ന് ഏതോ ഒരു ചെറുപ്പക്കാരൻ കൂട്ടിക്കൊണ്ടു പോകും. Is that all, Mr. Arun? Yeah. So everything is finished. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ നിങ്ങളുടെ ജോലി കഴിഞ്ഞിരിക്കുന്നു. So please don't try to contact me hereafter. നിങ്ങൾ മാത്രമല്ല, എന്റെ അമ്മയും ഇനി എന്നെ വിളിക്കാൻ പാടില്ല. Actually, she's here. What? ഹായ് മോളു. മോളു, നിനക്ക് എന്നോട് വെറുപ്പാണെന്നറിയാം. No, never. I never hated you because we never loved each other. എത്രയായാലും ഞാൻ നിന്റെ അമ്മയല്ലേ. Please don't ever use that word again. ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ല. ഇവിടെ ഞാനൊരു അമ്മയെ കണ്ടു. യഥാർത്ഥ അമ്മയുടെ സ്നേഹം എന്താണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാനും നിന്റെ പപ്പയും പരസ്പരം പൊരുത്തപ്പെട്ട് ഒന്നിച്ച് ജീവിക്കാനാകാതെ വന്നപ്പോ പിരിയാൻ തീരുമാനിച്ചു. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഒരിക്കലുമല്ല. ഇതുപോലെ നിങ്ങളുമായി പൊരുത്തപ്പെടാൻ സാധിക്കാതെ ഓടിപ്പോന്നവളാണ് ഞാൻ. അന്ന് എനിക്ക് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി എന്നെ ശല്യം ചെയ്യരുതെന്ന്. അത് പപ്പ പാലിച്ചു. പക്ഷെ നിങ്ങൾ പപ്പയുടെ കുറ്റവും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ സൈൻ ചെയ്താൽ നിങ്ങൾക്ക് പപ്പയിൽ നിന്ന് കിട്ടുന്ന പണത്തിന് വേണ്ടി. യു ആർ ഓൾവേസ് ആഫ്റ്റർ മണി മണി മണി. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചത്. സോ പ്ലീസ്, ഞാൻ അപേക്ഷിക്കുക, ലീവ് മീ അലോൺ. But I'm telling you now, one day you will regret very badly. എന്തായിരുന്നു പ്രിയയുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം? സത്യം പറഞ്ഞാൽ എനിക്കും വ്യക്തമായിട്ട് അറിയില്ല. ഒരു സീരിയസ് പ്രശ്നമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. 15 വർഷം മുമ്പ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് പോകുമ്പോ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. ഓസ്ട്രേലിയയിൽ ചെന്ന് അധികം താമസിയാതെ തന്നെ ഞങ്ങളുടെ കുടുംബാന്തരീക്ഷം മാറി തുടങ്ങി. ഒന്നെനിക്ക് ഉറപ്പുണ്ട്, അവർ തമ്മിൽ ഒരു മത്സരമായിരുന്നു. ആരാണ് കൂടുതൽ സമ്പാദിക്കുന്നത്, ആർക്കാണ് കൂടുതൽ സോഷ്യൽ സ്റ്റേറ്റസ്. ആ മത്സരത്തിനിടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. വഴക്കുകൾ എല്ലാ വീട്ടിലുള്ളതല്ലേ. എന്റെ അച്ഛനും അമ്മയും തമ്മില് മിക്കവാറും വഴക്കുണ്ടാവാറുണ്ട്. കുറച്ച് കഴിയുമ്പോ അമ്മ മാറി നിന്ന് കരയും. പിന്നെ കുറച്ച് കഴിയുമ്പോ അവർ രണ്ടുപേരോട് ചിരിച്ചോണ്ട് നിൽക്കണാണ്. അത്രേ ഉള്ളൂ. മനു വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ. എന്റെ പപ്പയും അമ്മയും ഇന്നേ വരെ വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്ത് കാരണത്തിന്? ഇതേ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. But I think I found the answer here. എന്റെ പ്രശ്നങ്ങളൊന്നും അറിയാതെ തന്നെ മനുവിന്റെ അമ്മ എനിക്ക് അതിനുള്ള ഉത്തരം തന്നിട്ടുണ്ട്. സ്നേഹമുള്ളിടത്തെ പരിഭവമുള്ളൂ. അവരുടെ ഇടയിൽ സ്നേഹമുണ്ടായിരുന്നില്ല. അല്ല, അപ്പൊ താനിഞ്ഞ് ഓസ്ട്രേലിയക്ക് മടങ്ങി പോകുന്നില്ലേ? എനിക്കൊട്ടും താല്പര്യമില്ല. ഇന്ത്യയിൽ സെറ്റിൽ ചെയ്യാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. മനു കരുതുന്ന പോലെ പ്രൊമോഷന് വേണ്ടി മാത്രമല്ല ഞാൻ ഈ നാടകം മുഴുവൻ കളിച്ചത്. ഒന്നാലോചിച്ച ഒരേ വള്ളത്തിലിരുന്ന് എതിർദിശയിലേക്ക് തുഴയുന്നവരെ നമ്മളല്ലേ? അല്ല, സുഖമായി ജീവിക്കാൻ സൗകര്യമുള്ള മനു എന്തിനാ വിദേശത്തേക്ക് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവിടുത്തെ ജീവിത സൗകര്യങ്ങൾ
ഈ രാജ്യത്ത് ജീവിക്കാൻ വലിയ പാടാണെന്നേ. എല്ലാരും പണം ഉണ്ടാക്കാനാ വിദേശത്തേക്ക് പോകുന്നത്. എന്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് പണം ഉണ്ടെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ നാട് തന്നെയാ നല്ലത്. എന്തൊക്കെ പറഞ്ഞാലും വിദേശത്ത് നമ്മൾ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ തന്നെയാ. അതിന്റേതായ പ്രശ്നങ്ങൾ എല്ലാ രാജ്യത്തിലും ഉണ്ട്. അതിലും ഭേദം മൂക്കിലെ രാജ്യത്ത് മുറിമൂക്കൻ രാജാവായി കഴിയുന്നതാ. പ്രിയക്ക് പഴഞ്ചൊല്ലൊക്കെ അറിയാമോ? ചെറുപ്പത്തിൽ എന്റെ മുത്തശ്ശി പഠിപ്പിച്ചെന്നതാ. പഴഞ്ചൊല്ലിന്റെ ഒരു പാർട്ടി എന്റെ വീട്ടിലുണ്ട്. അച്ഛനെ എനിക്കത് കേൾക്കുമ്പോ ചൊറിഞ്ഞു വരും. പറഞ്ഞു തീർന്നില്ല 100 ആയുസ. നീ വീണ്ടും തല്ലുണ്ടാക്കിയല്ലേ? ആരാവര്? എനിക്കറിയില്ല. ഈ നാട്ടിലുള്ളവരല്ല. അറിയില്ലല്ലേ? പക്ഷെ അവരിൽ ഒരാളെ എനിക്കറിയാം. മാത്യു എബ്രഹാം, നിങ്ങളുടെ സഹപ്രവർത്തകൻ. മാത്യു? അയാളെന്തിനാ ഇവിടെ വന്നത്? അതിന് മറുപടി ഇവൻ പറയില്ല. കുട്ടി വിചാരിക്കുന്ന പോലെ കുട്ടിയെ സഹായിക്കാനൊന്നുമല്ല ഇവൻ ഇങ്ങോട്ട് കൂട്ടി വന്നത്. അത് ഇവനും മാത്യുവും തമ്മിലുള്ള ഒത്തുകളിയാ. കുട്ടി ഇവന് പ്രൊമോഷൻ കൊടുത്തു കഴിയുമ്പോ ഇവനെ മാത്യുവിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കും. അതോടുകൂടി കുട്ടിയെ രജിസ്റ്റർ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് ഇവൻ പിന്മാറും. എന്നിട്ടിപ്പോ പ്രൊമോഷൻ മാത്രം പോരാ, ഇവനെ ഉടനെ അമേരിക്കയിലേക്ക് അയക്കണമെന്നുള്ള പുതിയ ഡിമാൻഡിനെ ചൊല്ലി ഇവനും മാത്യുവും തമ്മിൽ വഴക്കായി. ഇല്ലില്ല, ഇത് നുണയാണ്. നീ ഒളിക്കാനും നോക്കണ്ട. മാത്യു എന്റെ അടുത്ത് എല്ലാം തുറന്നു പറഞ്ഞു. ഇല്ലച്ചാ, വഴക്കുണ്ടായത് അതിനല്ല. പ്രിയ എനിക്ക് ചതിക്കാനാവില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായത്. അയാള് വിശ്വസിക്കല്ലേ? പിന്നെ ഞാൻ ആരെ വിശ്വസിക്കണം? ഈ കള്ളത്തരം മുഴുവൻ കാണിച്ച നിന്നെയോ? ഒരു മനുഷ്യന് മനഃപൂർവ്വം ചതിക്കുന്നതിനേക്കാൾ വലിയൊരു നീചപ്രവൃത്തി ഈ ലോകത്ത് വേറെ ഇല്ല. എടാ, ഈ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നീ ഏത് വിദേശത്ത് പോയാലും ഗുണം പിടിക്കില്ല. ഇതുവരെ നീ ചെയ്തതെല്ലാം ഞാൻ ക്ഷമിക്കും. പക്ഷെ ഇത് ക്ഷമിക്കാൻ എനിക്ക് സാധിക്കില്ല. സത്യസന്ധമായി അധ്വാനിച്ച് നേടുന്നതേ നിലനിൽക്കൂ. അല്ലാതെ മറ്റുള്ളവരെ ചതിച്ചും പറ്റിച്ചും കുറുക്കു വഴിയിലൂടെ വിജയിക്കാൻ ശ്രമിക്കുന്നത് കഴിവുകെട്ട ഭീരുക്കളുടെ ലക്ഷണമാണ്. അതെ, ഞാൻ കഴിവുകെട്ടവനാണ്, ഭീരുവാണ്, ചതിയനാണ്. പക്ഷെ എന്നെ അങ്ങനെ ആക്കിയത് ആരാ? നിങ്ങളാ. ചെറുപ്പം മുതൽ ഒരു സ്വാതന്ത്ര്യം തരാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ സമ്മതിക്കാതെ ഒരു കഴിവുകെട്ടവനാക്കി വളർത്തിയത് ആരാ? നിങ്ങൾ തന്നെയാ. എഞ്ചിനീയറിംഗ് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി വന്ന എന്നെ ഒരു ജോലിക്കും വിടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മാത്രം അനുസരിക്കുന്ന ഒരു പാവയിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടു. 8 വർഷം സത്യസന്ധമായി അധ്വാനിക്കേണ്ട 8 വർഷം. സത്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ആരായിരുന്നു? ജോലിക്കാരനോ? അസിസ്റ്റന്റോ? ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയത് ബോംബെയിലേക്ക്. ഇവരുടെ കീഴിൽ കഴുതെ പോലെ ചത്ത പണിയെടുത്തു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്റെ മുമ്പിൽ ഒന്ന് കുറുക്ക് വഴി ഞാൻ സ്വീകരിച്ചു. ഇവിടെ ചതിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഇവളെയും കൂട്ടി നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ നിങ്ങൾക്കുണ്ടാവുന്ന അപമാനവും വേദന കണ്ട് സന്തോഷിക്കാൻ വേണ്ടിട്ട് തന്നെയാ. പക്ഷെ ഞാൻ നന്നാവില്ല. ഇവളെ അടുത്തറിഞ്ഞ് ഇവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയപ്പോ എനിക്ക് ചതിക്കാൻ മനസ്സ് വന്നില്ല. അതിനാ ഞാൻ ആ വൃത്തിയേട്ടവനായിട്ട് വഴക്കുണ്ടാക്കിയത്. ഇതൊന്നും എനിക്ക് നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എനിക്ക് നിങ്ങൾ അത്ര വെറുപ്പാ. ഈ അച്ഛനോട് ക്ഷമിക്കുമോനെ? നിന്റെ മനസ്സിൽ എന്നോട് ഇത്ര വലിയ ശത്രുത ഉണ്ടായിരുന്നെന്ന് ഈ അച്ഛൻ അറിഞ്ഞിരുന്നില്ല. കുടുംബത്തിലെ ഏക ആന്തരിയായിരുന്നതുകൊണ്ട് നീ ജനിച്ച നിമിഷം മുതൽ എനിക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു. എനിക്കൊരു താങ്ങായി എന്നും എന്റെ മോൻ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് എന്റെ സ്വാർത്ഥതയായിരുന്നു. ആ സ്വാർത്ഥതയ്ക്കിടയിൽ ഞാൻ നിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കണ്ടില്ല. അതെന്റെ തെറ്റാണ്. ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടത് അവിടെയാണ്. നീ പറഞ്ഞതാണ് ശരി. നീ ചെയ്തു കൂട്ടിയതിന്റെ എല്ലാ ഉത്തരവാദി ഞാനാ. അതിന് ഞാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണ്. ഒരുപക്ഷെ മോള് ചെയ്തതൊക്കെ എന്തിനെന്ന് ഈ അച്ഛന് മനസ്സിലാവും. പക്ഷേ മോളുടെ സ്നേഹം സത്യമെന്ന് വിശ്വസിച്ച് വീട്ടിൽ 2 പേര് ഇരിപ്പുണ്ട്. അവരെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. മോള് അവരെ ചതിച്ചു എന്നറിഞ്ഞ അവർ തകർന്നു പോകും. മോളെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യമില്ല. മോനെ, അച്ഛന് പ്രായമായി. പഴയ പോലുള്ള മാനസിക ധൈര്യമൊന്നും ഇല്ലിപ്പോ. നീയാണ് എന്റെ ശക്തി. അതുകൊണ്ട്
എനിക്കെന്റെ പഴയ മനുവിനെ തിരിച്ചു വേണം. എന്താ കാര്യം നീ എന്നോട് പറ. ലക്ഷ്മി, അമ്മേ, ദേ പ്രിയമോള് പോവുകയാണെന്ന്. മനു എവിടെ? അറിയില്ല, മോള് തന്നെ പോകുന്നെന്ന്. എന്താ മോളെ പ്രശ്നം? നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ മനുവിന്റെ ഭാര്യയല്ല. ആർക്കും ക്ഷമിക്കാനാവാത്ത തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. സത്യത്തിൽ മനു നിരപരാധിയാ. ഞാൻ കാരണം മനു നിങ്ങളുമെല്ലാം ഒത്തിരി വിഷമിച്ചു. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ എല്ലാം സ്നേഹം കൈക്കലാക്കി വിജയിച്ചു മടങ്ങാനാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റു മടങ്ങുകയാ. ഞാൻ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോവാ. മനു വരുമ്പം പറയണം ഞാൻ പ്രൊമോഷൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന്. മോളെ, മുത്തശ്ശി ഒന്നും പറയരുത്, അതെനിക്ക് സങ്കടാകും. ഈ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. I will never forget you all. And thank you so much for all the wonderful memories. നിങ്ങൾ കേട്ടില്ലേ, പ്രിയമോള് പോവുകയാണെന്ന്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അങ്ങോട്ട് ചെല്ല്. ആ കുട്ടി ഈ വീട്ടിലേക്ക് വന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പോകുന്നത് എനിക്ക് കാണണ്ട. പ്രിയയോട് പോകരുതെന്ന് പറ. അങ്ങനെ പറയാൻ നമുക്ക് എന്താ അവകാശം? മനുങ്ങളിത് എവിടെ പോയതാ? ബോംബെക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. പ്രിയേച്ചി പോയി. എങ്ങോട്ട് പോയി? ബോംബെക്ക്. ബട്ട് വൈ പ്രിയ, വൈ? രാജിവെച്ച് പോകാൻ മാത്രം എന്താ പ്രശ്നം? പുതിയ വിസ കിട്ടിക്കഴിയുമ്പം യു ക്യാൻ കം ബാക്ക്. അതുവരെ ഞാൻ പ്രൊമോഷൻ ഹോൾഡ് ചെയ്തു വെക്കാം. പ്രിയയ്ക്ക് തന്നെ പ്രൊമോഷൻ തരാനാണ് എനിക്കും താല്പര്യം. താങ്ക് യു ഫോർ യുവർ കൺസിഡറേഷൻ. എനിക്ക് ഈ പ്രൊമോഷൻ വേണ്ട, അത് മാത്യുവിന് കൊടുത്തേക്കൂ. ഐ റിയലി നീഡ് എ ചേഞ്ച്. ഐ വാണ്ട് ടു ക്വിറ്റ്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇതുപോലൊരു പൊസിഷനിലെത്തിയിട്ട് I know. Everyone's gonna think that I've made a stupid decision. But I've realized that this is not my thing. എല്ലാവർക്കും ജീവിതത്തിൽ പ്രയോറിറ്റീസ് അല്ലേ സർ? For some it's money, ചിലവർക്ക് health. But my priority is family. Okay. As you wish. All the best, madam. Thank you very much. സിസ്റ്ററുടെ കല്യാണത്തിന് വിളിക്കണേ. Oh, sure. പോട്ടെ അലി. ഓ. Bye. Bye everyone. എല്ലാരോടും യാത്ര പറഞ്ഞിറങ്ങാണല്ലേ. നാടകമായിരുന്നെങ്കിൽ കൂടി കുറെ നാള് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചവരല്ലേ നമ്മള്. എന്നിട്ടും എന്നോട് മാത്രം യാത്ര ചോദിച്ചില്ല. എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് പ്രിയ മടങ്ങിപ്പോകുന്നതെന്ന് എന്റെ അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ അതിനുള്ള അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്മ പറഞ്ഞത് സത്യമാണെങ്കിൽ എന്നെ വിട്ടുപോകാതിരുന്നൂടെ? മുമ്പൊരിക്കൽ മനു പറഞ്ഞു തോർക്കുന്നുണ്ടോ, ഒരു വെള്ളത്തിലിരുന്ന് എതിർ ദിശയിലേക്ക് തുഴയുന്നവരാ നമ്മളെന്ന്. മനുവിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഞാൻ കാരണം. ശരിയാ, ഒരു സ്വപ്ന ലോകത്ത് ജീവിച്ചിരുന്നവനാ ഞാൻ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്റെ അച്ഛന്റെ സ്നേഹം, പിന്നെ ഈ നാടിന്റെ മഹത്വം. ഇത് രണ്ടും എനിക്ക് മനസ്സിലാക്കി തന്നത് പ്രിയയാണ്. മിസ്റ്റർ മനു, ഇതൊക്കെ പഴയ രീതിയാണ്. കാലം മാറി. ഓസ്ട്രേലിയൻ സ്റ്റൈലിൽ ചോദിക്ക്. Will you marry me? I'm sorry. ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. എനിക്ക് മനസ്സിലാവും. സോറി.
അത് ശരി. അപ്പൊ ഇതാണല്ലേ ഓസ്ട്രേലിയൻ സ്റ്റൈൽ. എന്നാ പിന്നെ പോവല്ലേ കുട്ടനാട്ടേക്ക്?